ചെറിയ +2 ഫെയിലായ 32 സപ്ലി ഉള്ള ഡിഗ്രി പഠിച്ചാൽ PG പഠിച്ചാൽ ജോലി കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കോഡിംഗ് പഠിക്കാൻ നമ്മൾ കോളേജിലൊന്നും പോകണ്ടേ? ആൾക്കാർ കോഡേഴ്സ് ആണ്, വീട്ടിൽ ഇരുന്ന് കോഡ് ചെയ്യുന്നു, അവരുടെ ഫ്രീഡം അനുസരിച്ച് വർക്ക് ചെയ്യുന്നു, കുറെ കാശ് ഉണ്ടാക്കുന്നു. ഇവര് വലുതായിട്ട് പഠിച്ചിട്ടുമില്ല. അവിടുത്തെ ശരിക്കും പഠിപ്പിച്ചാണ് ഞാൻ ലൈഫിൽ പഠിച്ചില്ല. അത് പണ്ട് മുതൽ ടിവിയിൽ കാണാൻ മനസ്സിലാവും. ഈ പേരൻസിന്റെ ആറ്റിറ്റ്യൂഡ് എന്താ? മുന്നേ ഒരു 6 തുടങ്ങി, അത് ഫുള്ള് നന്നായിട്ട് പൊട്ടി. ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തു, എടാ 5, 10, 15 സാലറി കിട്ടുള്ളൂ, എഡ്ജിമാർ റീപ്ലേസ് ചെയ്ത് A ആക്കണം എന്നൊരു അഭിപ്രായം. നമുക്കത് പാസ്സാക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജനി ഹരിദാസ്. വെൽക്കം ടു റൂട്ടഡ് ഫ്രം വെയർ ഇറ്റ് ഓൾ ബിഗാൻ. ഇന്നത്തെ ഈ ലോകത്ത് ഏറ്റവും അധികം ആൾക്കാർക്ക് നിലവിൽ നിൽക്കുന്ന ഒരു സിസ്റ്റം ഫോളോ ചെയ്യാനാണ് ഇഷ്ടം. പക്ഷേ കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് സിസ്റ്റം ഫോളോ ചെയ്യാനല്ല, അവർക്ക് അത് ചോദ്യം ചെയ്യാനാണ് താല്പര്യം. ഒരുപക്ഷെ എന്നെ പോലെയൊക്കെ. നമ്മൾ ഇന്നത്തെ ഗസ്റ്റ് ടെക് ആൻഡ് സ്റ്റാർട്ടപ്പ് ഫീൽഡിൽ സ്വന്തമായ ഒരു പേരുണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് സാധാരണ രീതിയിലല്ല. ഹീ ചാലഞ്ച്ഡ് ദ ട്രഡീഷണൽ വേ പീപ്പിൾ ലുക്ക്ഡ് അറ്റ് എഡ്യൂക്കേഷൻ, കരിയർ ആൻഡ് സക്സസ്. ഏറ്റവും അധികം യങ്സ്റ്റേഴ്സ് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഏത് ഡിഗ്രി എടുക്കണം, ഏത് കരിയർ പാത്ത് ചൂസ് ചെയ്യണം, അൺഎംപ്ലോയ്മെൻറ്റ് വളരെ അധികമുണ്ട്, ദർ ഇസ് സോ മച്ച് അൺസർട്ടനിറ്റി. പക്ഷേ അവർക്ക് അദ്ദേഹം ഒരു പ്ലാറ്റ്ഫോമായി എത്തി, വിച്ച് പ്രൊവൈഡ്സ് ദം വിത്ത് സ്കിൽ, കൺസിസ്റ്റൻസി ആൻഡ് ട്രാൻസ്ഫർമേഷൻ. ഇന്ന് റൂട്ടിൽ എൻ്റെ ഗസ്റ്റായി എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, ദിസ് ഇസ് ദ ഫൗണ്ടർ ആൻഡ് CEO ഓഫ് പ്രോട്ടോടൈപ്പ്, നിഖിൽ കിളിവായൽ. വെൽക്കം നിഖിൽ. ഇതിൽ ഏറ്റവും കോമഡി, തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയണല്ലോ, എൻ്റെ ഫ്ലാറ്റിൽ 2 ഫ്ലാറ്റ് താഴെ, 2 സ്റ്റോറല്ല, എന്താ പറയാ, 2 നില താഴെ താമസിക്കുന്ന വ്യക്തിയാണ് നിഖിൽ. പക്ഷെ ആദ്യമായിട്ടാണ് നമസ്കാരം. അത് ഞാൻ നിഖിലിനെ ഫോണിൽ ഹലോ, തലേദിവസം ഹലോ പറയാൻ വിളിക്കുമല്ലോ നമ്മളൊന്ന് പരിചയപ്പെടാൻ. അപ്പോഴാണ് നിഖിൽ പറയണേ തൻ്റെ ഫ്ലാറ്റിൽ 2 നില താഴെ. ചമ്മി ഐസായി പോയി ഞാൻ. ബിക്കോസ് ലിഫ്റ്റിൽ കയറുമ്പോഴും പോകുമ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെക്കില്ലേ, നിഖിൽ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അരമണിക്കൂർ ലേറ്റ് ആവാൻ വേണ്ടി വന്നു. ബിക്കോസ് സെറ്റൊക്കെ ഒന്ന് മാറ്റേണ്ടി വന്നു. ബിക്കോസ് വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം. ചെയ്ത കാര്യങ്ങൾ വലുതാണ് എന്ന് മാത്രമല്ല, അദ്ദേഹവും ഒരു 6 അടി, എത്ര 2 ഉണ്ടോ, ഭയങ്കര ഹൈറ്റും വെയിറ്റും ഒത്ത മനുഷ്യൻ. ക്യാമറ കണ്ട മനസ്സിലായി എടുത്ത് നിൽക്കും. ബട്ട് ഐ എം സോ പ്രൗഡ് ഓഫ് യു. ഇറ്റ്സ് സോ നൈസ് ടു സീ. അപ്പം നിഖിലിന്റെ ഒരു ലൈഫ് സ്റ്റോറിയൊക്കെ ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്യായിരുന്നു. അപ്പൊ അത് കേട്ടപ്പോൾ ഐ വാസ് ലൈക്ക്, ഞാൻ ഭയങ്കര പഠിപ്പിച്ചായിരുന്നു. അത് പണ്ട് മുതൽ ടിവിയിൽ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ഭയങ്കര പഠിപ്പിച്ചായിരുന്നു. നമുക്ക് നിങ്ങൾ പറയണ മംഗ്ലീഷ് ഒക്കെ ഞാൻ എൻ്റെ ഒരു കോൺട്രിബ്യൂഷനാ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നത്, ഇപ്പോഴും വിചാരിക്കും ഇനിയും പഠിക്കണമായിരുന്നു. അങ്ങനത്തെ ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ് ഒരു പഠിത്തത്തിന്റെയും ബന്ധമില്ലാത്ത ജോലി ചെയ്യണത്. എനിക്ക് ശരിക്കും ഈ ജോലി കുറച്ച് വേറെ കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഞാൻ MBA ആണ്. ഞാൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അപ്പൊ അതിൽ ജേർണലിസം, മീഡിയ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ MBA, ജനറൽ MBA ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അതൊക്കെ റിലേറ്റഡ് ആണ്. ഞാൻ ലൈഫിൽ പഠിപ്പിച്ചിട്ടാ. എനിക്ക് ഇൻഫർമേഷൻ നോളജ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഐ ലവ് ഇറ്റ്. അപ്പൊ അങ്ങനത്തെ ഒരാള് താങ്കളുടെ ലൈഫ് സ്റ്റോറി 12ാം ക്ലാസ്സിൽ പൊട്ടി, ഞാൻ എന്ത് ചോദിക്കും, 32 സപ്ലി ഒക്കെ ഉണ്ടായിട്ട് പോലും സ്വന്തമായൊരു കമ്പനി തുടങ്ങി എത്രയോ യങ്സ്റ്റേഴ്സിന് ജോലി വളരെ നല്ല രീതിയിൽ നേടിക്കൊടുക്കുന്ന ഒരാളാണ് താങ്കൾ. എന്നെ യുനോ ദാറ്റ് ഇസ് It's amazing. അതില് ഈ ലേണിങ്ങില് ഇപ്പോ എന്താ പറയാ, ഡിഗ്രി ഫെയിൽ ആയിട്ട് പുറത്തിറങ്ങി ഞാൻ പിന്നെ പക്ഷെ എന്താ സ്വന്തമായിട്ട് ലേൺ ചെയ്തു. ഈ പറഞ്ഞ പോലെ ടെക്കും കാര്യങ്ങളൊക്കെ ലേൺ ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്തൊരു 6-8 വർഷം. അതും കേട്ടു. അങ്ങനെ വർക്ക് ചെയ്തപ്പോ കിട്ടിയൊരു ഐഡിയയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇതിനൊക്കെ മറ്റു കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട് എനിക്കല്ലേ. ഈ ഒരു പേഴ്സൺ എന്ന നിലയ്ക്ക്, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അറിയേണ്ട. ഹൗ ഡിഡ് യു ഡു ദിസ്? എങ്ങനെയാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നത്? ധൈര്യം അതിന് മുന്നേ തുടങ്ങിയ ഒരു 6 പൊട്ടിയത്. അതിന് മുന്നേ ഒരു 6 തുടങ്ങി, അത് ഫുള്ള് നന്നായിട്ട് പൊട്ടി. അന്ന് ബിസിനസ് അറിയില്ല, അന്ന് ഞങ്ങൾക്ക് ടെക് അറിയാം. ഈ നല്ല ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന ആള് നാളെ മുതൽ റെസ്റ്റോറൻറ്റ് തുടങ്ങിയാൽ വിജയിക്കുന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് പ്രൊഡക്റ്റ് മേക്ക് ചെയ്യാനറിയാം. IT പ്രൊഡക്റ്റുകൾ വേഗം കമ്പനി തുടങ്ങി. ഒരു IT കമ്പനി തുടങ്ങി നോക്കി, ഒരു റിയൽ എസ്റ്റേറ്റ് പ്ലാറ്റ്ഫോം തുടങ്ങി നോക്കി, ഒരു ഗിഫ്റ്റ് സെല് ചെയ്യുന്ന പ്ലാറ്റ്ഫോം തുടങ്ങി നോക്കി, ഒരു കാർ റെൻ്റ് സർവീസിന് കൊടുക്കുന്ന പ്ലാറ്റ്ഫോം തുടങ്ങി നോക്കി. ഇങ്ങനെ പലതും, പിന്നെ ബിറ്റ്വീൻ ചെറിയ ട്രയൽ ഔട്ട് പലതും ചെയ്തിട്ടുണ്ട്.
ഇതൊക്കെ ഒരു 5-6 മാസം പോവും, പ്രൊഡക്റ്റ് മേക്ക് ചെയ്യും, പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ ആപ്പ് കയറ്റിയിടും, ആരും ഉപയോഗിക്കാണ്ടാവില്ല. അപ്പൊ കാശും പോവില്ലേ? കാശും പോവും. അങ്ങനെ 5-6 മാസം ചിലവ് കഴിയുമ്പോൾ കയ്യിൽ കാശ് കഴിയുമല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ജോലിക്ക് കയറും. ഇങ്ങനെയാണ് എൻ്റെ കരിയർ ഉണ്ടായിരുന്നത്. അപ്പൊ എത്ര വർഷം ഇത് ചെയ്തു? ഒരു 5-8 വർഷം. ഞാൻ 2010-ലാണ് വീട്ടിൽ കഴിഞ്ഞ് ഇറങ്ങുന്നത്. ലക്ഷ്മി ഇൻഫോടെക്കിൽ ഇറങ്ങുന്നത്. അവിടെ മുതൽ തുടങ്ങിയിട്ട് പല എന്താ പറയുക, ഒരു 1 ഇയറിനുള്ളിൽ ഒരു കമ്പനി കയറി. പക്ഷെ ഇൻ ബിറ്റ്വീൻ തന്നെ ചെറിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. സാലറി കിട്ടുമ്പോൾ തന്നെ നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ആദ്യം സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു, സ്വന്തമായിട്ടൊരു സ്ഥാപനം വേണം എന്ന തോട്ട് എന്തുകൊണ്ട് വന്നു, എങ്ങനെ വന്നു? ആ സമയത്ത് യു ആർ യങ് ബോയ് അല്ലേ? അത് കോളേജ്, ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ജസ്റ്റ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സമയത്ത് ഫെയിൽ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പ്രൊജക്ട് സെൻറ്ററിലൊക്കെ ആയിരുന്നു, ലക്ഷ്മി ഇൻഫോടെക് നേരത്തെ പറഞ്ഞു. അവിടെ കയറിയ സമയത്ത് എന്താ പറയുക, നമ്മൾ ടെക് പഠിക്കുകയാണ്, അതുവരെ ഇല്ലാത്തൊരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കുകയാണ്. നമുക്ക് വേറെ വഴിയില്ല. എന്നെക്കൊണ്ട് ഈ 32 പേപ്പർ ഈ പറഞ്ഞ പോലെ പഠിച്ച് പാസ്സായാലും നടക്കൂല. ഞാൻ ആലോചിച്ചപ്പോൾ ടെക് ഇതിനേക്കാൾ എളുപ്പമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഞാനത് പഠിക്കാൻ റെഡിയാവാണ്. മാത്തമാറ്റിക്സ് ഒക്കെ വേണമെന്നാണ് ഞാനും വിചാരിച്ചത്, പക്ഷെ വേണ്ടെന്ന് അപ്പോൾ മനസ്സിലാവാണ്. മാത്തമാറ്റിക്സും വലിയ നോളജ് ഒന്നും വേണ്ട എന്നുള്ള അപ്പോൾ മനസ്സിലാവും. അങ്ങനെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ കരിയർ സെറ്റായ സമയത്ത് അവിടുത്തെ സാറിന് എനിക്കൊരു പാർട്ണർഷിപ്പ് പോലൊക്കെ ഒരു ഓഫർ വന്നു. അതായത് നീ നോക്കിയെടുത്തിക്കോ എന്നുള്ള രീതിയിൽ. പക്ഷെ ഇൻകം കിട്ടിയതുമില്ല അവിടെ. അത് സാറിന് എന്താ പറയുക, ഇൻകം നമുക്ക് അത്ര ഇൻകം കുറവായിരുന്നു, ഭയങ്കരമായിട്ട് കസ്റ്റമർ കുറവായിരുന്നു. അപ്പം പക്ഷെ അങ്ങനൊരു ഇതിങ്ങനെ വന്നു. ആ സമയത്ത് നമ്മൾ തുടങ്ങണം എന്നുള്ള രീതിയിൽ എൻ്റെ ഫ്രണ്ട്സ് കൂടെ, കോളേജ് പഠിച്ചവർ, കുറേ തോറ്റവരുണ്ടല്ലോ എൻ്റെ കൂടെ, അവരെല്ലാവരും കൂടെ പലതും തുടങ്ങാൻ ആലോചിച്ചു. അങ്ങനെയാണ് വർക്ക് ചെയ്യാൻ കയറിയപ്പോൾ ഒരു കമ്പനി തുടങ്ങിയത്. D2N ടെക്നോളജീസ് എന്ന IT കമ്പനി കലൂരിൽ സ്റ്റാർട്ട് ചെയ്ത്, ഞങ്ങൾ വീടിൻ്റെ മുകളിൽ സ്റ്റാർട്ട് ചെയ്ത് സെറ്റ് ചെയ്ത്. പക്ഷെ അത് ഫെയിലായി. അതൊരു 6-8 മാസമായപ്പോൾ അതിന് സാലറി കൊടുക്കാൻ കാശില്ല. അവസാനം എല്ലാം കഴിഞ്ഞു. അങ്ങനെ പലതും ട്രൈ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് റിയൽ എസ്റ്റേറ്റ് പ്ലാറ്റ്ഫോം തുടങ്ങിയത്. അങ്ങനെ അതുപോലെ തന്നെ ഒരു 6-8 മാസം കഴിഞ്ഞു. സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു, 10-12 പേര് SEO, അതൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ ചെയ്യാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇതുപോലെ എങ്കിലല്ലാതെ ക്ലോസ് ചെയ്യേണ്ടി വന്നു. പിന്നെ പാർട്ട്നേഴ്സ് കോൺഫ്ലിക്റ്റ് വരും. കുറച്ച് ആൾക്കാർ വർക്ക് ചെയ്യുക, കുറച്ച് ആൾക്കാർ വർക്ക് ചെയ്യാണ്ട് ഫുൾ ടൈമേഴ്സ് ആയിട്ട് നിൽക്കുക. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കോൺഫ്ലിക്റ്റ് വരാനുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നു. പഠിച്ചു, ബിസിനസ് നടത്താൻ പഠിച്ചു. പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യണമെങ്കിൽ നന്നായിട്ട് പഠിച്ചു. ഇതെല്ലാം ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ കറക്റ്റാണ്, നമുക്ക് കാര്യങ്ങൾ കറക്റ്റ് കിട്ടും. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ആരെ ആഡ് ചെയ്യണം, ആളെത്രത്തോളം നമ്മൾ ഇക്വിറ്റി ഷെയർ ചെയ്യണം, ആളെത്ര ഫുൾ ടൈമർ ആണോ, പാർട്ട് ടൈമർ ആണോ, അതോ ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണോ, എങ്ങനെ അവരെ അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ട്. ഏകദേശം ഇതൊന്നും നമുക്ക് തുടക്കത്തിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിലൊക്കെയാണ് കുറേ പ്രശ്നങ്ങൾ ആദ്യം സംഭവിക്കും. പിന്നെ നമുക്ക് സെല്ല് ചെയ്യാനും അറിയില്ല, സെയിൽസ് അറിയില്ല, മാർക്കറ്റിംഗ് അറിയില്ല, ഫിനാൻസ് അറിയില്ല. ഇന്നിപ്പോൾ ഇതൊക്കെ പഠിച്ചു. ഇതൊക്കെ വേണമെന്ന് പോലും അറിയില്ല. വേണമെന്ന് പോലും അറിയില്ല. ഒരു സെയിൽസ് ടീം വേണമെന്നറിയില്ല, ഒരു മാർക്കറ്റിംഗ് ഇങ്ങനെ ക്യാമ്പയിൻ എന്നുള്ളത് അറിയില്ല. ഇന്നിപ്പോൾ നമ്മൾ പ്രോട്ടോടൈപ്പ് ചെയ്യുമ്പോൾ നമ്മളിതൊക്കെ റീസെൻ്റ്, അതായത് 2019 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളിത് പഠിക്കുക എന്നുള്ളതാണ് ചെയ്തത്. അതായത് ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് ഇൻഡസ്ട്രി അറിയാം, ടെക്കിൽ എന്താ ചെയ്യേണ്ടത് പഠിപ്പിക്കാൻ അറിയാം. ഞാൻ ഇത് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഒരു NGO കൂടി നടത്തിയിട്ടുണ്ട്. വെരി ഗുഡ്. അത് എന്താ പറയുക, ഈ ഗിഫ്റ്റ് സെല് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ സ്റ്റാർട്ടപ്പ് എന്നുള്ളതിൽ അതിനെ കാണാണ്. അതേസമയം ഞാൻ വിചാരിച്ചു എനിക്ക് ടെക്ക് 6-8 വർഷമായിട്ട് അറിയാമല്ലോ, അപ്പോൾ എനിക്കിത് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ സൈബർ പാർക്കിൽ ഞങ്ങൾ അന്ന് 2-3 സീറ്റിലിരിക്കുക, കോവർക്കിംഗ് സ്പേസിൽ എടുത്തിട്ട് 2-3 സീറ്റിലിരിക്കുക. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് ഇത്, അതായത് ഒരു NGO സ്റ്റാർട്ട് ചെയ്ത് ടെക് പഠിപ്പിക്കാൻ ഫ്രീ ആയിട്ട് 10 ദിവസത്തെ ക്ലാസ്സൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ അതിന് ഒരു 1.5 വർഷം ഞങ്ങൾ നടന്നു. അപ്പോൾ ഈ ഗിഫ്റ്റിന് പ്ലാറ്റ്ഫോം ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മെൻറ്റേഴ്സിനൊക്കെ മീറ്റ് ചെയ്യാൻ തുടങ്ങി, നെറ്റ്വർക്ക് ചെയ്യാൻ തുടങ്ങി. അതുവരെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഈ നെറ്റ്വർക്കിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ ഓരോ സ്റ്റാർട്ടപ്പ് ഇവൻറ്റുകൾ, എന്തൊക്കെ പരിപാടികളുണ്ടോ അവിടെയൊക്കെ പോവുക, ജോയിൻ ചെയ്യുക, ഒരുപാട് ഓണേഴ്സിനെ പരിചയപ്പെടുക, ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യുന്ന പരിപാടി. അങ്ങനെ മീറ്റ് ചെയ്തപ്പോൾ അവർ ചോദിച്ച ചോദ്യമാണ്, നിനക്ക് ഇത്രയും പഠിപ്പിക്കാൻ ഇഷ്ടമുള്ള 6-8 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു സംഭവം നിൻ്റെ കയ്യിലുണ്ടായിട്ട് നീ അത് നല്ലൊരു പ്രോഗ്രാമായിട്ട് സെല് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ പിന്നെ നീ മീൻ കച്ചവടം ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു കാര്യം ഒരാൾ നമ്മളോട് സംസാരിച്ചു. അപ്പോൾ നമുക്കത് വലിയൊരു ചോദ്യമായിട്ട് മാറി. അതായത് ഇത്രയും അറിയാവുന്ന ആർക്കും ഈസി ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റൂല, ഒരു 6-8 വർഷത്തെ എക്സ്പീരിയൻസ് ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ ആർക്കും പറ്റൂല. അപ്പോൾ അത് നിനക്ക് പ്രോപ്പറായിട്ട് പ്രോഗ്രാമായിട്ട് കൊടുക്കാൻ പറ്റണം. പിന്നെ NGO നടത്തുമ്പോൾ ഫ്രീ ആകുമ്പോൾ ആർക്കും വിലയില്ല. 10 ദിവസത്തെ ഫ്രീ പ്രോഗ്രാം അതും പഠിച്ചു. അതായത് 10 ദിവസത്തെ പരിപാടി ഞങ്ങൾ ഒരു വർക്ക്ഷോപ്പ് വയ്ക്കുകയാണെങ്കിൽ സൈബർ പാർക്കിൽ നമ്മൾ ഒരുപാട് കമ്പനീസിനോട് സംസാരിച്ച് സ്പേസ് ഒക്കെ സെറ്റ് ചെയ്യണം. 10 ദിവസം അവരുടെ വർക്കൊക്കെ മാറ്റിയെടുത്തണല്ലോ, ഫ്രീ ആക്കി എല്ലാം സെറ്റാക്കി നമ്മൾ സ്പേസ് ഒക്കെ റെഡിയാക്കി ഒരു 100-300 ആൾക്കാരെ വിളിച്ച് സംസാരിച്ച് അന്ന് ഒരു 30 പേര് കൺഫേം ചെയ്യും വരാമെന്ന് പറഞ്ഞിട്ട്. പ്രോഗ്രാമിൻ്റെ അന്നേ ദിവസം രാവിലെ 8 പേരുണ്ടാവും. ഇതാണ് ഫ്രീ പ്രോഗ്രാമിൻ്റെ പ്രോബ്ലം. അത് പെയ്ഡ് ആയി കഴിഞ്ഞാൽ
ആ 30 പേരിൽ എല്ലാവരും വരും. 1-2 ആൾക്കാർ വളരെ അർജന്റ് എന്തെങ്കിലും പ്രശ്നമുള്ളവർ മാത്രമേ അവിടെ ഡ്രോപ്പ് ആവുള്ളൂ. അപ്പോൾ ഇത് NGO നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാച്ചാൽ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ട്, ഒരു വിലയിലും കിട്ടുന്നില്ല. ഇത് മാത്രമല്ല, ഒരുപാട് സിറ്റുവേഷൻ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി ഫ്രീ ആയിട്ട് കൊടുക്കാൻ പാടില്ല എന്ന് മനസ്സിലായി. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ വാല്യൂ കിട്ടണം എന്നുണ്ട്. നമ്മൾ കൊടുക്കുന്നത് ചിലപ്പോൾ അവർ വിചാരിക്കും ഫ്രീ കൊടുക്കുമ്പോൾ അയ്യോ വാല്യൂ ഇല്ലാത്ത ലോക്കൽ പ്രോഗ്രാമാണ് എന്ന് വിചാരിക്കും. അപ്പോൾ ഇതൊക്കെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ആ NGOയുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതിന് മുന്നേയും കുറേ ട്രെയിനിങ് പരിപാടികൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ കുറച്ച് അങ്ങനെയാണ് ഞാനും കോ-ഫൗണ്ടർ ആയിട്ടുള്ള ഫൈസലും കൂടെ കൂടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു അവനും വേറെ കുറെ സ്റ്റാർട്ടപ്പ് എടുത്തായിരുന്നു. സിമിലർ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വന്നു, ട്രയൽ ആൻഡ് എറേഴ്സ് നടത്തി പ്രോട്ടോടൈപ്പിൽ എത്തി പഠിപ്പിക്കാം. ഓക്കെ, ഇനി എന്റെ കുറച്ച് ചോദ്യങ്ങൾ. പ്രോട്ടോടൈപ്പ് എന്താണെന്നൊക്കെ ഞാൻ ചോദിക്കാം. ഈ ടെക് എന്ന് പറഞ്ഞ് കുറെ എല്ലാരും പറയുന്ന ഇന്നത്തെ ലോകത്ത് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണല്ലോ ടെക്. വാട്ട് ഇസ് ടെക്? ടെക്നോളജി. ഓക്കെ, എന്ത് ടെക്നോളജിക്കൽ സംഭവം ഈ ടെക് മേഖലയിലേക്ക് വന്ന് വീഴും, അങ്ങനെയാണോ? ടെക് നമ്മളെ പ്യൂർ ടെക് ആണോ അതോ ടെക് ടോട്ടൽ ആണ് ചോദിക്കുന്നത്? അല്ല, നിങ്ങളുടെ ടെക്, ഈ ജോലി ടെക്. ബിക്കോസ് സത്യം പറയട്ടെ, എനിക്ക് ടെക് ഉണ്ടാ. ഞാൻ ആകെ സ്കൂളില് C++, അത് കണ്ട് വെറുത്ത് അപ്പുറത്തെ സൈഡിൽ ഓടിയ ആളാണ്. ഇന്നും എന്റെ ഫോണിൽ എന്തെങ്കിലും ചെയ്ത് തരണമെങ്കിൽ എനിക്ക് അതെ. ഇനി ഞാൻ ഇടയ്ക്ക് വരും 13ാമത്തെ നിലയിൽ. തീർച്ചയായിട്ടും വരുമ്പോ നമ്മുടെ പ്രോട്ടോടൈപ്പിന്റെ ഓഫീസിലും കയറും. നമ്മുടെ ഫ്ലാറ്റിന്റെ അവിടെ നിന്ന് തിരിയുമ്പോ മരടിലാണ് നമ്മുടെ തീർച്ചയായിട്ടും. അപ്പോ ഈ ടെക് എന്ന് പറയുന്നത് എന്നെ പോലത്തെ ഇതിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? വാട്ട് ഇസ് യുവർ ജോബ്? പറയാം. നമ്മളിപ്പോ വാട്സാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്വിഗ്ഗി യൂസ് ചെയ്യുന്നുണ്ട്, സൊമാറ്റോ, ഊബർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ആപ്പുകളൊക്കെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് മേക്ക് ചെയ്താണ്. ഓക്കെ, മേക്ക് ചെയ്യുന്നതാണ്. മേക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഇതിനിപ്പോ കോഡ് ടൈപ്പ് ചെയ്തിട്ടാണ് മേക്ക് ചെയ്യുക. ഈ പറഞ്ഞ C++ പോലെ ജാവ സ്ക്രിപ്റ്റ്, ഇങ്ങനെ കുറെ ലാംഗ്വേജുകളുണ്ട്. അപ്പൊ ഈ ലാംഗ്വേജിൽ കോഡ് എഴുതിയിട്ട് ഓരോ സ്ക്രീൻ, ഇപ്പൊ നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്യാണ്, സെൻഡ് ബട്ടൺ, മെസ്സേജ് സെൻഡ്, ഹായ് അയക്കണം. ഈ സെൻഡ് കൊടുക്കുമ്പോൾ ഇത് എന്ത് വർക്ക് ചെയ്യണം നമ്മൾ കോഡ് എഴുതി കൊടുക്കണം. അങ്ങനെ ഇത് നടക്കുന്ന ഓരോ കാര്യത്തിനും നമ്മൾ കോഡ് ചെയ്യണം. കമ്പ്യൂട്ടറിന്റെ ഭാഷയാണ് നമ്മളുടെ മലയാളം, ഇംഗ്ലീഷ് പോലെ. അതെ. അപ്പോൾ ഇതിൽ ഒരു സൈഡിലുള്ള വർക്കാണ് മൊബൈൽ ആപ്പുകൾ മേക്ക് ചെയ്യാന്നുള്ളത്. ഇതൊരു ഫീൽഡാണ്. അതേസമയം ഇത് സെൻഡ് കൊടുത്താൽ ഈ മെസ്സേജ്, ഇപ്പൊ ഞാനൊരു ഹായ് നിങ്ങൾക്ക് അയച്ചാല് ഈ ഹായ് അവിടെ എത്തണല്ലോ, ഇത് സെർവറിലൂടെ എത്തുക. അവിടെ ബാക്ക് എൻഡ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ, അതായത് സെർവർ ഡെവലപ്മെന്റ്, ബാക്ക് എൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളൊരു പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട്. അതായത് ഇവിടുന്ന് നേരെ അങ്ങോട്ടല്ല വരുന്നത്, നേരെ ബാക്കിൽ ഒരു സെർവറിൽ പോയിട്ടാണ് ചിലപ്പോൾ വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് മെസ്സേജ് പോകുന്നത്. അപ്പോൾ ഏത് ആപ്ലിക്കേഷൻ, ഇപ്പോൾ നമ്മൾ സ്വിഗ്ഗിയിൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാണ്, ഈ ഓർഡർ അവരുടെ ബാക്ക് എൻഡ് സെർവറിൽ എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു വേറെ ഡെവലപ്പർ ഇരുന്ന് വർക്ക് ചെയ്യണം. അങ്ങനെയാണ് ഈ വർക്ക് നടക്കുന്നത്. പക്ഷെ ഒരു പ്രാവശ്യം ഒരാൾ ആപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് മേക്ക് ചെയ്യണ്ട, അത് ഓട്ടോമേറ്റഡ് ആണ്. ഇതാണ് ടെക് വന്നപ്പോൾ ഈ ബിസിനസ് ഫീൽഡിലേക്ക് ഉണ്ടായ വലിയൊരു ചേഞ്ച്. അതുവരെയുള്ള ബിസിനസ്സുകൾ എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ വരികയാണ്, ആ കസ്റ്റമർക്ക് വേണ്ടി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റെസ്റ്റോറൻറ്റ്, നമ്മൾ ഫുഡ് ഉണ്ടാക്കണം, എല്ലാം മേക്ക് ചെയ്യണം, അങ്ങനെ കൊടുക്കണം. ഇപ്പോൾ ഒരു നമ്മൾ ജ്വല്ലറി ആണെങ്കിൽ നമുക്ക് ഗോൾഡ് മേക്ക് ചെയ്യണം, ഓർണമെന്റ്സ് ഉണ്ടാക്കണം, കൊടുക്കണം. അത് ഓരോ പ്രാവശ്യം കസ്റ്റമറിന് മേക്ക് ചെയ്യണം. പക്ഷെ നമ്മളിപ്പോൾ വാട്സാപ്പിൽ നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കി, ഞാനൊരു അക്കൗണ്ട് ഉണ്ടാക്കി, വേറെ 1000 പേര് അക്കൗണ്ട് ഉണ്ടാക്കി, പക്ഷെ ഒരു പ്രാവശ്യം ആ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഒരുപാട് പേർക്ക് ഒരേ സാധനം യൂസ് ചെയ്യാൻ പറ്റും. അത് ഒറ്റ കോഡ് ഒരു പ്രാവശ്യം എഴുതി വെച്ചിട്ടുള്ളൂ, പിന്നെ എത്രയും പേർക്ക് കൊടുക്കാതെ. അപ്പൊ ആ കോഡിംഗ് ആണ് ഇതിന്റെ ബേസ് സംഭവം, ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സാധനം. അപ്പൊ പക്ഷെ ഇന്ന് ഈ വർഷമൊക്കെ AI വന്നോടെ ഈ ജോലി മാറാണ്. ഇതും മാറി തുടങ്ങി. ഞങ്ങൾ 2019 തുടങ്ങിയപ്പോൾ ഇതായിരുന്നു വലിയ കാര്യം. ഞങ്ങൾ കോഡിംഗ് പഠിപ്പിക്കുക, ഭയങ്കര ഈസി ആയിട്ട് കോഡിംഗ് പഠിപ്പിക്കുക. ഞങ്ങൾക്ക് ഉണ്ടായ ഒരു നോളജ് ഉണ്ട്, അതായത് ഞങ്ങള് തോറ്റു പഠിച്ചപ്പോൾ കിട്ടിയ നോളജ് ഉണ്ട്. അതെ, എനിക്ക് അതിനെ കുറിച്ച് ചോദിക്കണം. ഈ കോഡിംഗ് പഠിക്കാൻ നമ്മൾ കോളേജിലൊന്നും പോണ്ടേ? പോണ്ട. ഇത് തെറ്റിദ്ധാരണ. ഇത് ബിക്കോസ് എന്താന്ന് പറഞ്ഞാൽ ഭയങ്കര ചോദ്യം അത്. ബിക്കോസ് ഏറ്റവും അധികം ആൾക്കാർ കോഡേഴ്സ് ആണ്, വീട്ടിൽ ഇരുന്ന് കോഡ് ചെയ്യുന്നു, അവരുടെ ഫ്രീഡം അനുസരിച്ച് വർക്ക് ചെയ്യുന്നു, കുറെ കാശ് ഉണ്ടാക്കുന്നു. ഇവര് വലുതായിട്ട് പഠിച്ചിട്ടുമില്ല. മറ്റേ ഈ സർട്ടിഫിക്കറ്റ് പഠനം രണ്ടും ഉണ്ട്. അപ്പം അത് എന്താ പറയുക, നമ്മുടെ MNC പ്ലേസ്മെന്റ്, നമ്മുടെ കോളേജിൽ നിന്ന് പ്ലേസ്മെന്റ്, അവര് പ്ലേസ്മെന്റ് ആയിട്ട് ഇപ്പൊ നമ്മളൊരു TCS, വിപ്രോ, ഇൻഫോസിസ് കമ്പനീസിലും പ്ലേസ്മെന്റ് ആയി പറയാറുണ്ട്. അതെ, ക്യാമ്പസ് പ്ലേസ്മെന്റ് സ്റ്റാറ്റസ് വാല്യൂ ഉള്ള ഒരു ഇൻഫോസിസ് വാല്യൂ ഉള്ളതാണ്. അപ്പോൾ അവിടെ തന്നെ 2 രീതി കയറും. കോളേജിൽ നിന്ന് നമ്മൾ പ്ലേസ്ഡ് ആണ്, ബൾക്കായിട്ട് പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 4 വർഷം പഠിച്ചിട്ട് ടെക് ഒന്നും ടെസ്റ്റ് ചെയ്യില്ല, നേരെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തും.
അവർ ഇച്ചിരി മൂളയുണ്ടോ, അവൻ ഇച്ചിരി ഒരു 70% 80% മാർക്ക് അച്ചീവ് ചെയ്തവനാണോ, ഇച്ചിരി അതായത് ഒരു എഫേർട്ട് എടുത്ത് പഠിക്കുന്നവനാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നേരെ അവനെ ക്യാമ്പസിലോട്ട് കൊണ്ടുപോകാറുണ്ട്. മാർക്സ് നോക്കും, ആപ്റ്റിറ്റ്യൂഡ് നോക്കും, ആപ്റ്റിറ്റ്യൂഡ് നോക്കും. അത്രേ ഉള്ളൂ. നേരെ ഒരു 6 മാസം ക്യാമ്പസിൽ കൊണ്ടുപോയി പഠിപ്പിക്കും. എത്ര കിട്ടും സാലറി? അന്ന് 35 ആ റേഞ്ചിലൊക്കെയാണ് അവർക്ക് കിട്ടുക. എന്നിട്ട് കൊണ്ടുപോയി പഠിപ്പിക്കുന്ന രീതിയാണ് കോളേജുകൾ പണ്ട് മുതലേ ഉണ്ടായിരുന്നത്, നമ്മൾ പഠിക്കുമ്പോഴൊക്കെ ഉള്ളത്. നമ്മൾ പക്ഷേ സപ്ലൈ അടിച്ച പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷേ ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു 6 മാസത്തെ ഒരു ബാരിയർ ഉണ്ട്. അവിടെ ട്രെയിനിങ് ആണ് അവിടെ നടക്കുന്നത്. ക്യാമ്പസ് ട്രെയിനിങ് കൊടുത്തിട്ടാണ് വർക്ക് ചെയ്യാൻ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ ആ ട്രെയിനിങ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതായത് ഇവർ ഏത് ഫീൽഡിൽ നിന്ന് വന്ന ഒരാൾക്കും ഒരു +2 യോഗ്യത ഉണ്ടെങ്കിൽ മാത്രം അവനിത് പഠിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ തെളിയിച്ചപ്പോൾ, ഞാൻ ടീം ലീഡൊക്കെ ആയിട്ട് വർക്ക് ചെയ്താണ്, ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് മനസ്സിലായി പേപ്പർ സർട്ടിഫിക്കറ്റ് ഒരു മാറ്റർ അല്ല, സ്കില്ലുണ്ടോ ഇന്നത്തെ കാലത്ത് അംഗീകരിക്കാറായിട്ട്. സ്കില്ല് ഉണ്ടാവണം, അല്ലാതെ നമ്മൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ടെക്കിൽ നമുക്ക് സ്കില്ല് പെട്ടെന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഒരു സാധനം മേക്ക് ചെയ്യാൻ കൊടുക്കും. ഇത് ഇന്റർവ്യൂ റൗണ്ടുകൾ അങ്ങനെയാണ്. അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, പിന്നെ അതെങ്ങനെ വർക്ക് ചെയ്യണത്, ഇപ്പോൾ വാട്സാപ്പ് മെസ്സേജ് എങ്ങനെയാണ് മറ്റൊരാളടുത്ത് എത്തുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത് പറയാൻ പറ്റണമല്ലോ. അപ്പോൾ ഇത് കഥയായിട്ട് ഇത് പറയാൻ പറ്റി കഴിഞ്ഞാൽ അവന് നോളജ് ഉണ്ടോ ഇല്ല നമുക്ക് മനസ്സിലാവും. പ്ലസ് ഇവനെ കൊണ്ട് ഏതെങ്കിലും ടാസ്ക് കൊടുക്കും ചെയ്യാൻ, ഒരു 2 മണിക്കൂർ എടുത്തിട്ട് ഒരു ചെറിയ ടാസ്ക് കൊടുക്കും. അപ്പോൾ അവനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ നോക്കും. ഇങ്ങനെയൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ഇന്റർവ്യൂ നടത്തുന്ന രീതിയുണ്ട്. ഇതാണ് കമ്പനീസ് എക്സ്പീരിയൻസ് ആയ ആൾക്കാർക്ക് ഇന്റർവ്യൂ നടത്തുന്ന രീതി. ഇതേ രീതിയാണ് സ്കില്ല് പഠിച്ചു പോകുന്ന ആൾക്കാർക്കും ഇന്റർവ്യൂ റൗണ്ട് ഉണ്ടാവുക. അപ്പം ആ രീതിയിൽ സ്കിൽഡ് ആക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. ഇരുത്തി ഡെവലപ്പ് ചെയ്ത് പ്രാക്ടിക്കലി ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളൊരു മോഡലാണ്. അതായത് ഇപ്പോൾ നമ്മൾ കോളേജിലൊക്കെ ഉള്ള രീതി എന്താണെന്ന് വെച്ചാൽ, കുറേ ആൻസേഴ്സ് നമുക്ക് തരും, കുറേ കാണാൻ പഠിക്കാൻ നോട്ട്സ് തരും. ഇതെല്ലാം നമ്മൾ കാണാൻ പഠിക്കുക. എന്നിട്ട് കുറേ ക്വസ്റ്റ്യൻസ് എക്സാമിന് പോകുമ്പോൾ ചോദിക്കും. അപ്പോൾ കാണാൻ പഠിച്ച മെമ്മറിയിലുള്ളത് എടുത്ത് എഴുതുക. ഇതാണ് നമ്മൾ കോളേജിലും സ്കൂളിലും ചെയ്തിട്ടുള്ളത്. നമ്മൾ പെഡഗോജിസ് അതിന് പറയാം. അങ്ങനെ അല്ലല്ല, പെഡഗോജിസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയാണ്, അതൊരു ഒരു ടേമാണ്. എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അങ്ങനെ, ഈ പഠിച്ച പോലെ തന്നെ എഴുതിയില്ലെങ്കിൽ അത് കറക്റ്റ് അല്ല എന്ന് വിചാരിക്കുന്നവര്. ഞാൻ അങ്ങനെയല്ല. ഇന്ന് പക്ഷെ നമുക്ക് മെമ്മറി നമ്മളെക്കാളും ഫാസ്റ്റായിട്ട് ടെക്നോളജി നമുക്ക് എന്തുണ്ട്, മൊബൈൽ ആപ്പിലും നമ്മളെ ജെമിനയിലും ചാറ്റ് ജിപിടിയിലും ചോദിച്ച വേൾഡിൽ കോടിക്കണക്കിന് ഡാറ്റയും നമുക്ക് എടുത്തുകൊണ്ടിട്ടുണ്ട്. നമ്മൾ മനുഷ്യൻ്റെ മെമ്മറി ഒന്നും ഒന്നുമല്ല, അതിനേക്കാളും ഫാസ്റ്റിൽ നമുക്ക് സംഭവം തരുന്നുണ്ട്. ഒരു കാലത്ത് ഇത് വലിയ സംഭവം ആയിരുന്നു. നമ്മുടെ പാരൻസിന്റെ കാലഘട്ടത്തിൽ ഡിഗ്രി പഠിച്ചാൽ PG പഠിച്ചാൽ ജോലി കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇൻഫർമേഷൻ കിട്ടാനുണ്ടായിരുന്നില്ല. ഒരു കോളേജിലെ ലൈബ്രറി പോകണമായിരുന്നു, അവിടുത്തെ ഒരു അഡ്മിഷൻ കിട്ടണമായിരുന്നു. എന്നാൽ മാത്രമേ ഇപ്പോൾ ഒരു കെമിസ്ട്രി ബെൻസീനെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ സാധാരണ ലൈബ്രറിയിൽ നിന്ന് പോയാൽ ഒന്നും പഠിക്കാൻ പറ്റില്ല, വേറെ എവിടെയും സെർച്ച് ചെയ്യാൻ പറ്റില്ല. അവനൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി ലൈബ്രറിയിൽ ആക്സസ് കിട്ടണമായിരുന്നു. ഇന്നതല്ല, ഇന്ന് ആർക്കും പഠിക്കാം. നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ പെഡഗോജി സ്റ്റൈൽ സ്പൂൺ ഫീഡിങ് മാറ്റി. ഞങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് ആദ്യം കൊടുക്കണുള്ളൂ, നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കും, സ്റ്റുഡൻസ് ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് പറയുമ്പോൾ പുതിയൊരാൾക്ക് എങ്ങനെ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരാൾക്ക് പറ്റുന്നുള്ള പ്രൂഫാണ് ഞങ്ങൾ ഈ 2300 പ്ലേസ്മെന്റ് നടത്തിയത്. 40,000 രൂപ ആവറേജ് സാലറിയിൽ ഫസ്റ്റ് തന്നെ പ്ലേസ്ഡ് ആക്കാൻ പറ്റുന്നത്. അതിൽ തന്നെ 70% പീപ്പിള് അതർ ഡിഗ്രി +2 ബാക്ക്ഗ്രൗണ്ടാണ്. 800+ പ്ലേസ്മെന്റ് +2 മാത്രമാണ്. അതിൽ തന്നെ 1 lakh 1.5 സാലറിയിൽ പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. സ്റ്റാർട്ടിംഗ് സാലറി 1 lakh 1.5 ഫ്രഷർ സാലറി പ്ലേസ്ഡ് ആയിട്ടുള്ള. എത്ര നാളാണ് ഈ ഓരോ കോഴ്സസും ഇപ്പം പ്രോട്ടോടൈപ്പിൽ? 1 year കോഴ്സ്. 1 year കൊണ്ട് ഈ സാലറി അച്ചീവ് ചെയ്യാൻ പറ്റുകയാണ്. അത് റിസർച്ച് ചെയ്ത് പഠിക്കുന്ന ഒരു മോഡിലോട്ട് അവരെ മാറ്റുകയും ചെയ്യും. അവർക്ക് ഇനി ഇപ്പോൾ AI വന്നു, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും പല പേടിയാണ്, അയ്യോ ജോലി മാറില്ലെന്ന്. AI കൊണ്ട് കുറേ ജോലികൾ പോകുന്നുണ്ടോ എന്നുള്ള പേടിയാണ്. പക്ഷെ ജസ്റ്റ് ജോലി ഷിഫ്റ്റ് ചെയ്യാണ്, നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാറുന്ന രീതിയിൽ ഇവന് മാറാൻ നമ്മളെ ഇവിടുന്ന് റിസർച്ച് ചെയ്ത് പഠിച്ചുകൊണ്ട് ഇവന് ഈസിയാണ്. കാണാൻ പഠിച്ചാൽ അന്നും പ്രോബ്ലമാണ്. അവന് വീണ്ടും അടുത്തൊരു ട്രെയിനിങ് പ്രോഗ്രാം വേണം, അവനതൊക്കെ പഠിക്കണം, ഈ ഒരു മൂഡായിരിക്കും. ഇവിടുത്തെ റിസർച്ച് ചെയ്ത പിള്ളേരാകുമ്പോൾ ഇവർക്ക് ഇത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനികളിൽ കയറാൻ പറ്റും. ആ ചെറിയ റിസർച്ച് ആദ്യം കൊടുക്കുക, ചെറിയൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറയും. ഇവനത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവനെ നോക്കുന്നത് ആരാന്ന് വെച്ചാൽ ടീച്ചേഴ്സ് അല്ല. ഞങ്ങൾക്ക് ടീച്ചേഴ്സ് ഇല്ല. ഞങ്ങളിപ്പോൾ ഇത്ര 2000 പ്ലേസ്മെന്റ് നടത്തി, 2000 പേര് അവിടെ പഠിക്കുന്നുണ്ട്. പക്ഷെ ഒരു ടീച്ചേഴ്സ് ഇല്ല ഞങ്ങൾക്ക്. ടെക്നിക്കൽ റിവ്യൂ നടത്തുന്ന ഡെവലപ്പേഴ്സ് ഉണ്ടല്ലോ, കമ്പനികളിൽ 3 വർഷം മിനിമം എക്സ്പീരിയൻസ് ഉള്ള. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൊബൈൽ ആപ്പ് ഉണ്ടാക്കുന്ന ഒരു കോഴ്സാണ് എനിക്ക്. മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന 3 വർഷം മിനിമം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഞങ്ങൾ ഇന്റർവ്യൂ എടുത്തൊരു പൂൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർസിന് 500ഓളം പേരുള്ള ഒരു പൂളുണ്ട്. ഈ പൂളിൽ ഡെവലപ്പേഴ്സ് ഇവരെ ഗൂഗിൾ മീറ്റിൽ റിവ്യൂ നടത്തും. ഗൂഗിൾ മീറ്റിൽ ഓൺലൈൻ മീറ്റിങ്ങിലോട്ട് വരും, ഒരു 1 വീക്ക് പഠിക്കാൻ കൊടുക്കും. ഇത് ഒരു ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു മീറ്റിംഗ് ഉണ്ടാവും. ഈ മീറ്റിംഗിൽ ഒരു ഡിസ്കഷനാണ്. അപ്പോൾ ആ ഗൂഗിൾ മീറ്റിൽ അവരോട് പറയും, ചോദിക്കും എന്തൊക്കെ ചെയ്തത്, അതിലെന്തൊക്കെ മിസ്റ്റേക്ക് പറ്റി, എന്തൊക്കെ കാര്യങ്ങൾ സെറ്റായി ഒക്കെ ചോദിക്കും.
അത് കഴിഞ്ഞ് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറയും, ചെയ്ത കാര്യങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടി വരും, ഓക്കെ കോപ്പി അടിക്കാൻ പറ്റൂല. ഓക്കെ ആ. ഇപ്പൊ മറ്റേത് കാരണം പറ്റില്ല, അതും ഇല്ല പറ്റില്ല. ഇല്ല ഇല്ല പാടാണ് ഒരു ഞങ്ങൾ രീതിയില്ല. ഇല്ല ഇല്ല ഒരു വഴിയില്ല, ഞങ്ങൾ പിടിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ പ്രാക്ടിക്കലായി ചെയ്ത് നോളജ് ഇല്ലാത്ത ഒരാൾക്ക് വെറുതെ പാസ്സായി പോകാനും പറ്റൂല. ബിക്കോസ് അവന് വർക്ക് ചെയ്യണമല്ലോ. ഇപ്പം നമുക്കിപ്പോൾ കോഴ്സിൻ്റെ എൻഡിൽ ഞാനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്, വാവ് നിങ്ങൾ ഈ പ്രോഗ്രാം ഗ്രാജുവേറ്റ് ആയി, നിങ്ങൾ സെറ്റായി എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടുന്ന പരിപാടിയാണെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഒരു പ്രോബ്ലം ഇല്ല, അവൻ എന്താ വെച്ചാൽ പഠിച്ചോട്ടെ. നിങ്ങൾക്കും ഈസിയാണ്, അവർക്കും ഈസിയാണ്. ഇപ്പോൾ നമ്മുടെ കോളേജുകൾ, നമ്മൾ നോർമൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിക്കോട്ടെ, അവരെ സംബന്ധിച്ചോളം ഇവൻ പഠിക്കണ്ടോ ഇല്ലയെന്ന് മാറ്റർ അല്ല, ഇവൻ എന്നും വരുന്നുണ്ടോ ഇല്ല എന്നുള്ള മാറ്റർ അല്ല. ഇവന് സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടുക, അവൻ ഹാപ്പി, അവനെ ആരും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വീക്കിലി റിവ്യൂ സിസ്റ്റം ഉണ്ട്. വീക്കിലി വരും, അതായത് ഒരു 1 year കോഴ്സിൽ 52 റിവ്യൂസ് വരുന്നുണ്ട്. ആ ഓരോ റിവ്യൂ എന്ത് ചെയ്യണം, ഇവൻ പാസ്സായി പോകണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി ഒരു രീതിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, പഠിക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫൈനൽ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ പാസ്സാവാൻ തന്നെ വേണം. ഓരോ വീക്ക് റിവ്യൂകളും കാര്യങ്ങളൊക്കെ എല്ലാത്തിലും പാർട്ടിസിപ്പേഷൻ വേണം. അപ്പോൾ ആ രീതിയിലാണ് ആ സബ്ജക്റ്റിനെ നമ്മൾ എന്തെങ്കിലും കോഴ്സിന് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൻ്റെ നോളജാണ് ഇവർക്ക് കിട്ടുക. അത് ഇവർ റിയൽ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഇവരെ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അവരെ എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡിലോട്ട് ഇവരെ മാറ്റും. ഇപ്പം നമ്മളിപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാരുടെ ക്വാളിറ്റി മാറ്റേഴ്സ്. അതായത് അവർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്, അവർ ഭയങ്കര, അതായത് നമ്മളിപ്പോൾ നമ്മുടെ ടീച്ചർ കാണാൻ പഠിച്ച് എക്സാം എഴുതി M.Tech കഴിഞ്ഞ ഒരു ടീച്ചറാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്നതും. ഒരു ടെക്കി നമ്മളവിടെ പോയി, ഇപ്പോൾ നമ്മുടെ കോളേജുകളിലൊക്കെ ഉണ്ടാവും 1-2 ടീച്ചേഴ്സ് നല്ല വർക്ക് ചെയ്ത എക്സ്പീരിയൻസിൽ വന്ന ആൾക്കാരുണ്ടാവും. അവർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സബ്ജക്ട് പഠിക്കുന്നത്, ടീച്ചേഴ്സ് അങ്ങനത്തെ ആൾക്കാർ. അപ്പോൾ അവരെന്താ വെച്ചാൽ അവർക്ക് അറിയാം ഇൻഡസ്ട്രിയിൽ എന്താ നടക്കുന്നത്, അപ്പോൾ അവർ ആ ഇൻട്രസ്റ്റിംഗിലായിരിക്കും അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ടാവും. ഇതിപ്പോൾ നമ്മളിപ്പോൾ ടെക്കിൽ മാത്രമല്ല, MBA-ലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. MBA-യിൽ പല കോളേജിൽ ഇപ്പോൾ ഞാൻ സെഷൻസ് എടുക്കാൻ പോകാറുണ്ട്. അപ്പോൾ പല കോളേജിലും ഒരു ഓണ്ടർപ്രണേഴ്സ് പോലും ഇല്ല. ഒരാൾക്ക് ഇന്നത്തെ കാലത്ത് പഠിപ്പിക്കുന്നു. ഇന്നത്തെ കാലത്ത് കുട്ടികൾ കൂടിയിരുന്നിട്ട് ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് മേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. പക്ഷെ സ്റ്റാർട്ടപ്പ് ചെയ്ത ഏതെങ്കിലും ഒരു സാർ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാമായിരുന്നു, അത് ചെയ്യിപ്പിക്കായിരുന്നു ഇല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരാണ് ശരിക്കും സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടത്. ഇനി കാണാൻ പഠിച്ച ആൾക്കാർ പോരാ നമുക്ക്. നമ്മളെ വേൾഡ് ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, പല രാജ്യങ്ങളും ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുമ്പോൾ നമ്മൾ ബാക്കിലോട്ട് നിൽക്കും. നമ്മൾ ഇന്നും ആ കാണാൻ പഠിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. അതിന് ഷിഫ്റ്റാണ്. അപ്പോൾ ആ ഷിഫ്റ്റ് നമ്മൾ മുന്നിൽ നിന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ടീച്ചേഴ്സ് ഇല്ല എന്ന് പറയുമ്പോൾ പലരും പേടിക്കും. പക്ഷേ ടീച്ചേഴ്സ് ഇല്ലെങ്കിലും വളരെ എളുപ്പത്തിൽ ഇത് പഠിക്കും, വളരെ എളുപ്പത്തിൽ പാസ്സാവും. പക്ഷേ ടെക്നിക്കലി സ്കില്ല് സെറ്റാവും. ഏത് കമ്പനി കയറിയാലും Day 1 വർക്ക് ചെയ്യാൻ പറ്റും. അതിന് പുറമെ നമ്മൾ രഞ്ജിനി ഹരിദാസിനെ നമ്മൾ എപ്പോഴും പറയണ കമ്മ്യൂണിക്കേഷൻ, അത് നിങ്ങൾ എങ്ങനെ പഠിപ്പിക്കുന്നു? അത് ഞങ്ങൾ ഡെയിലി ആക്ടിവിറ്റിയാണ്. ഡെയിലി 1 hour. എൻ്റെ ലൈഫിൽ ഞാൻ ഒട്ടും ഇംഗ്ലീഷ് ഈസും പാസും എവിടെയാന്ന് പോലും അറിയാത്ത മനുഷ്യനായിരുന്നു ഞാൻ കോളേജ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ. പിന്നെ ഞാൻ അതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. How important is communication in any job, in a tech job? IT ജോബിൽ വളരെ, ഇന്നത്തെ കാലത്ത് എല്ലാ ജോബിലും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ IT ജോബിൽ വളരെ കൂടുതലാണ്. എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കൂടുതൽ പ്രൊഡക്റ്റുകളും ഒന്നെങ്കിൽ US അല്ലെ യൂറോപ്യൻ കമ്പനീസിലായിരിക്കും നമുക്ക് ചെയ്യേണ്ടി വരിക. അവരുടെ ക്ലയൻറ്റ് അവിടെ ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള പേയ്മെൻറ്റ്, ഹൈ പേയ്മെൻറ്റ് വരെ നമ്മൾ ഇന്ത്യൻ കമ്പനീസ് എടുക്കുന്നത്. അപ്പോൾ കൂടുതലും ഇവരുമായിട്ടാണ് ഡിസ്കഷൻ, മീറ്റിംഗ്, നമുക്ക് വീക്കിലി മീറ്റിംഗ് ഉണ്ടാവും, ഡെയിലി സ്റ്റാൻഡപ്പ് മീറ്റിങ്ങുകൾ ഉണ്ടാവും. ഇതിലൊക്കെ നമുക്ക് സംസാരിക്കാൻ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുന്നുണ്ടാവുള്ളൂ. അവിടെ നമുക്ക് നമ്മുടെ പെർഫോമൻസ് ഉണ്ടോ ഇല്ലെന്ന് മനസ്സിലാവല് വാഗൊണ്ടാണ്. ഞങ്ങളിപ്പം പറയും ഓർഗൻ ടു സക്സസ് നാവാണെന്ന് പറയാറുണ്ട്. അതായത് നമ്മുടെ സക്സസ്സിലൂടെ എത്തിക്കുന്ന ഒരു വലിയൊരു അവയവമാണ് നമ്മുടെ നാവ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ അറിയണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയണം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ മീറ്റിങ്ങിൽ എന്ത് പറയുന്നു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത് ഓക്കെ ആണോ, യെസ് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. പക്ഷേ എസ്സിന് പുറമെ ഒരു 2 സെൻറ്റൻസ് കൂടി പറയാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു വാല്യൂ ആണ്, യെസ് നോ പറയുമ്പോഴൊക്കെ. അപ്പോൾ ഇതൊക്കെ കുറേ ട്രെയിൻ ചെയ്യേണ്ടി വരെ. നമുക്ക് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം ഇംഗ്ലീഷ് അറിയാത്തതുമല്ല, ഞങ്ങൾ മനസ്സിലാക്കി മലയാളത്തിൽ പോലും ആൾക്കാർക്ക് സംസാരിക്കാൻ പേടിയാണ്. ഈ പേടിയാണ് മാറ്റേണ്ടത്. എന്തുകൊണ്ടാണ് അവർക്ക് ആ പേടി എന്ന് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ? ഇത്രയും അധികം സ്റ്റുഡൻസിനെ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു എന്താ പറയുക, ചെറുപ്പം മുതലേ ഉള്ളൊരു പ്രശ്നമാണ് സെൽഫ് എസ്റ്റീം എന്നുള്ളതാണ് ബേസിക്കലി. അതായത് ആ ഒരു ധൈര്യം അവർക്കില്ല, അവരെന്തോ കുറഞ്ഞ ആൾക്കാരൻ, കോൺഫിഡൻസ് അല്ലെ സെൽഫ് എസ്റ്റീമിന് കുറവാണ് ശരിക്കും സംഭവിക്കുന്നത്. അതായത് അവർ പോരാ എന്നുള്ളൊരു തോന്നല്. മറ്റുള്ള ഇപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പെൺപിള്ളേർക്കാണ് കുറച്ചുകൂടി ധൈര്യം കൂടുതൽ ഇന്നത്തെ കാലത്ത്. ഇപ്പം ഞങ്ങളൊക്കെ ബാച്ചുകളിൽ വരുന്ന പിള്ളേരുണ്ട്, ആൺപിള്ളേർ ഭയങ്കര വീക്കായിട്ടുണ്ട്. ആൺപിള്ളേർ പണ്ട് ധൈര്യത്തിൽ തന്നെ നമ്മൾ ആൺപിള്ളേർ ഒന്ന് സംസാരിക്കുന്നതിലായിക്കോട്ടെ, പെൺപിള്ളേർ ഇച്ചിരി പെർഫോം ചെയ്യാൻ റെഡി ആവുന്നുണ്ട്. അത് നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ കാണുമ്പോൾ കുറച്ച് പിള്ളേരേ ഉള്ളൂ, പക്ഷേ പെൺപിള്ളേരുള്ള പെൺപിള്ളേർ കുറച്ചുകൂടി സംസാരിക്കാനൊക്കെ റെഡി ആവുന്നുണ്ട്. ആൺപിള്ളേരാണ് കുറച്ചുകൂടി വീക്കായിട്ട് കാണുന്നത്.
അപ്പോൾ അങ്ങനെ ഈ നമ്മുടെ കേരളവും തമിഴ്നാട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ പല കമ്പനീസിൻ്റെ ഫൗണ്ടേഴ്സിനെ മീറ്റ് ചെയ്യാറുണ്ട്. അതായത് പ്ലേസ്ഡ് ആയ കുട്ടികളുടെ ഫീഡ്ബാക്ക് എടുക്കാൻ ഞാനും ഫൈസലൊക്കെ ബാംഗ്ലൂരൊക്കെ പോയിട്ട് പല കമ്പനീസിൻ്റെ ഫൗണ്ടേഴ്സിനെ മീറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് ഞങ്ങളുടെ ഉദ്ദേശം അവരെ പരിചയപ്പെടുക, നാളെ ബിസിനസ്സിൽ എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടാവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഹയറിംഗും സൂപ്പർ ആക്കണമല്ലോ, കൂടുതൽ ഹയറിംഗ് നടത്തണം. അപ്പോൾ ഒരു ബന്ധം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫൗണ്ടേഴ്സിനെ മീറ്റ് ചെയ്യാറുണ്ട്. അവർ പറയണത് നമ്മുടെ പിള്ളേർ ടെക്നിക്കലി സൂപ്പറാണ്. ഒരു IIT-കാരനെ എടുത്തു വെച്ചാലും അവൻ്റെ കൂടെ ഇരുന്ന് അവൻ സൂപ്പർ സംഭവം റിസർച്ച് എടുത്ത് പഠിച്ചുകൊണ്ട് നന്നായിട്ട് ചെയ്യും, അവൻ സൂപ്പറായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതേസമയം ഇവൻ തുറക്കാൻ മടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു 2 വർഷം മുന്നേ ഞങ്ങൾക്ക് ഈ ഫീഡ്ബാക്ക് ഭയങ്കരമായിട്ട് കിട്ടി. അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ ഡെയിലി 1 hour ആക്ടിവിറ്റീസ് ആണ്. പബ്ലിക് സ്പീക്കിംഗ് ആക്ടിവിറ്റീസ്, ഇവർ ആക്ട് ചെയ്യുക, ഇവർ പെർഫോം ചെയ്യുക, ഗ്രൂപ്പിൻ്റെ കൂടെ എപ്പോഴും മാറിയിരുന്നുള്ള പരിപാടിയാണത്. അല്ലെങ്കിൽ നോർമലി അതായത് ക്ലാസ് റൂം അല്ല, വർക്ക് സ്റ്റേഷനിലാണ് വന്നിരിക്കുന്നത്. വർക്ക് സ്റ്റേഷനിൽ വന്ന് കമ്പ്യൂട്ടർ ലാപ്ടോപ്പിൽ ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങൾ പഠിച്ച് ചെയ്യാം. ഞങ്ങൾ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ പുറത്തേക്ക് യൂസ് ചെയ്യുന്നത്. ഇന്ന് ക്യാമറ വർക്ക് ചെയ്യുന്നത്, ഇന്ന് മൊബൈൽ ആപ്പ് വർക്ക് ചെയ്യുന്നത്, വെബ് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ ഞങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങള് ഈ ഒരു പ്രോബ്ലം ഇത് ഞങ്ങൾ കമ്പൽസറി ആയിട്ട് മാറ്റാം. പിള്ളേരും ഭയങ്കര ബാക്കിലോട്ടാണ്, മടിയാണ്. നമുക്ക് ഇത് ശരിക്ക് ഒരു ചരട് കെട്ടിയാലോ അല്ലെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ കഴിച്ചാലോ മാറുന്നല്ല ഈ ഫിയർ. നമുക്കിത് പുറത്തോട്ട് ഇറങ്ങിയിട്ടേ മാറും. ഇപ്പം എൻ്റെ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് എന്നൊക്കെ ആ ഒരു ലക്ഷ്മി ഇൻഫോടെക്കിലെ സാറ് മിലിറ്ററിയാണ് സാറ്. കേറിപ്പോടാത്ത് എന്നുള്ള രീതിയിൽ എന്നോട് വഴക്കിട്ടിട്ട് ഞാൻ റിസൈൻ ചെയ്യാൻ നിന്ന ആളാണ്. ഞാൻ പേടിച്ചിട്ട്, സംസാരിക്കാൻ പേടിച്ചിട്ട്. ഞാൻ സ്റ്റേജിൽ ഒറ്റയ്ക്ക് കയറാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ലായിരുന്നു. ഞാനാണ് ഇത് ചെയ്യുന്നത്. എന്റെ അമ്മ അടുത്ത് ചോദിച്ചാൽ മതി. എനിക്ക് ആൾക്കാരുടെ മുമ്പിലേക്ക് പോകാൻ ഭയങ്കര മടിയുള്ള ആളായിരുന്നു. ഞാൻ കുറച്ച് അതൊക്കെയാണ് ആൾക്കാരുടെ പിന്നിലെ സത്യം. അതാണ് എപ്പോഴും ആരും വരുമ്പോ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോ എല്ലാവരും. ഫേസ് യുവർ ഫിയേഴ്സ്. അതെ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്ത് ഇത് ബ്രേക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ആക്ടിവിറ്റി ചെയ്ത് അപ്പൊ അതിന് വലിയൊരു വ്യത്യാസം കാണുന്നുണ്ടോ? വ്യത്യാസം കാണും. അപ്പൊ ഞങ്ങൾ 2019 തുടങ്ങി. യൂട്യൂബ് ചാനൽ മാത്രം ഞങ്ങൾ ആദ്യം ചെയ്ത് നമ്മുടെ ചാനലിലൂടെ കുറെ ട്യൂട്ടോറിയൽസ് ഫ്രീ ആയിട്ട് കൊടുത്തു. 100 കോഡിംഗ് ചാലഞ്ച് ഒക്കെ അതല്ലേ, അത് ഭയങ്കര ഒരുപാട് പേർക്ക് കൊടുത്ത്. അപ്പോൾ നമ്മൾ കോഡിങ് പഠിക്കാൻ പേടിയുള്ള എല്ലാവരോടും പറയണം, ഈ 10 വീഡിയോ ആദ്യം ചെയ്ത് നോക്ക്, അത്രേ ഉള്ളൂ എന്നുള്ളതാണ്. ഇത് പഠിച്ചു കഴിഞ്ഞ് 2021 ആയപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ബാച്ച് തുടങ്ങണം. 2020 കോവിഡ് കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ബാച്ച് തുടങ്ങുന്നത്. അക്കാദമി പോലെ 1.5 വർഷം ഞങ്ങൾ യൂട്യൂബ് മാത്രമുള്ളായിരുന്നു. ഒരു ഫ്ലാറ്റ് എടുത്ത് യൂട്യൂബ് വീഡിയോസ് മേക്ക് ചെയ്യുക, അത് മാത്രം പരിപാടിയായിരുന്നു. 2020 കഴിഞ്ഞ് 2021 ഫസ്റ്റ് പ്ലേസ്മെന്റ്സ് ആണത്. ഒരു 15 പേര് പ്ലേസ്ഡ് ആയി. ഈ യൂട്യൂബ് സ്റ്റുഡൻസ് യൂട്യൂബിൽ നിന്ന് വന്ന് ബാച്ചിലോട്ട് വന്ന് അന്ന് എനിക്ക് തോന്നുന്നു ഒരു 3 മാസത്തെ കോഴ്സ് ആയിരുന്നു ഫസ്റ്റ് ബാച്ച്. 3 മാസത്തെ കോഴ്സ് ഉള്ളത്. അതിലോട്ട് വന്ന് ഈ മോഡൽ തന്നെ ആയിരുന്നു. പക്ഷെ അതിലോട്ട് പഠിച്ചു. ഞങ്ങൾ പറഞ്ഞു 50-60 സാലറി ഈസിയാണെന്ന് പറഞ്ഞു. പലരും ഞങ്ങളോട് തർക്കിച്ചു. ഞങ്ങൾ അന്ന് സൈബർ പാർക്കിലായിരുന്നു, കോഴിക്കോട് സൈബർ പാർക്കിൽ, ഇൻഫോ പാർക്ക് പോലെ കോഴിക്കോട് സൈബർ പാർക്ക് ഉണ്ട്. അപ്പോൾ അവിടെയുള്ള പല കമ്പനീസും ഞങ്ങൾ എതിർത്തു. ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തു, 5, 10, 15 സാലറി കിട്ടുള്ളൂ, വെറുതെ പറയണം അവന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കമ്പനി ഫൗണ്ടേഴ്സ്, പിന്നെ ഞങ്ങൾ ഫൗണ്ടേഴ്സ് പലരും നമ്മൾ സ്റ്റുഡൻസിനെ ക്യാൻറ്റീനിൽ വന്ന് ഇരുന്നിട്ട് അവന്മാർ പറ്റിക്കലാണ്, ചുമ്മാണ്, സാലറി കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവന്മാർക്ക് 50-60 കിട്ടിയപ്പോൾ ഞാൻ ആ പോസ്റ്ററൊക്കെ അവന്മാർക്ക് അയച്ചു കൊടുത്തു. അത്ര നമ്മൾ ചെയ്തോളൂ. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്പേഴ്സിൽ പ്രൂവ് ചെയ്യാൻ തുടങ്ങി. 15 പ്ലേസ്മെന്റ് ഫസ്റ്റ് നടന്നൊരു സമയമുണ്ട്. നമ്മുടെ കാർത്തിക് സൂര്യൊക്കെ വന്ന ഒരു ഇവന്റ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട് കൊച്ചിയിൽ വന്നിട്ട്. ആ ഇവന്റ് ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ എടുപ്പുണ്ട്. അന്ന് ആ സ്റ്റേജിൽ നിന്നൊരു സ്റ്റുഡൻറ്റ് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവൻ്റെ ഉമ്മ അന്ന് കരഞ്ഞുപോയി. എന്താന്ന് വെച്ചാൽ അവൻ ജീവിതത്തിൽ പാട്ട് പാടുന്ന ഉമ്മയ്ക്ക് അറിയ പോലും ഇല്ല. അവൻ വീട്ടിൽ നാട്ടുകാരോട് മിണ്ടുന്ന ഉമ്മ കണ്ടിട്ടില്ല. നന്നായി പാടും. ഇവനെ ഞങ്ങൾ പാടിച്ച്, ഇവൻ വരുമ്പോൾ ടെൻഷൻ അടിച്ച് വിറച്ച് വീഴുന്ന ഒരാളായിരുന്നു. ഇവനെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് സെറ്റാക്കി ആൾക്കാരുടെ എല്ലാം പെർഫോം ചെയ്യാൻ റെഡിയായി. അവസാനം സംസാരിക്കാൻ സ്റ്റേജിൽ കയറി നിന്ന് സംസാരിച്ച് പാട്ട് പാടുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യണം. പ്ലേസ്മെന്റ് കിട്ടിയ ആൾക്കാരോട് മിണ്ടാൻ തുടങ്ങി. പലരും ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് വളർന്ന കുട്ടികൾക്ക് ഈ പ്രശ്നം വല്ലാതുണ്ട്. മിണ്ടാൻ ഭയങ്കര പേടി, ആൾക്കാരോട് മിണ്ടില്ല, സംസാരിക്കില്ല. നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിക്കുക തന്നെ വേണം. ലാംഗ്വേജസ് ഡിഫറെന്റ്, മലയാളത്തെങ്കിലും സംസാരിക്കാൻ ഡിഫറെന്റ്. അതാണ് അത് രണ്ടുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. താങ്കൾക്ക് മനസ്സിലാവണം ഏറ്റവും ബെസ്റ്റ് രീതിയിൽ, ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇവരെ മേക്ക് ചെയ്യണം. ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് രണ്ടും ഞങ്ങൾ സെറ്റാക്കണം.
എന്നാൽ മാത്രമേ ഇവൻ എന്ത് ചെയ്യുള്ളൂ, കമ്പനി കയറി പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. ഇപ്പം ഈ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ രീതികളും ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ചാണ് പ്രോട്ടോടൈപ്പിലെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ശത്രുക്കളുണ്ട്, ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. എന്താണ് ഏറ്റവും വലിയ എതിർപ്പും ശത്രുതയും? എതിർപ്പ് ഈ പറഞ്ഞ സാലറിയുടെ കാര്യം പറയുമ്പോൾ പല കമ്പനീസിന് ഫൗണ്ടേഴ്സിന് ഞങ്ങളോട് എതിർപ്പുണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇനീഷ്യലി ഞങ്ങൾ പെട്ടെന്നൊരു ബൂം കൊണ്ടുവന്നു, അതായത് ജോലി കിട്ടിയിട്ട് പേ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ഭയങ്കര ജോലി കിട്ടിയിട്ട് പേ ചെയ്യാനുള്ള ഓപ്ഷൻ കൊണ്ടു. അപ്പോൾ ഇത് കൊണ്ടുവന്നപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും ഭയങ്കര ഒരു ഭീഷണി പോലെ വന്ന് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരികയാണ്. അപ്പോൾ ഇതൊക്കെ സൊസൈറ്റിയിൽ ഭയങ്കരമായിട്ട് എന്താ ചെയ്യുക, പലർക്കും പെട്ടെന്നുള്ളൊരു ജലസ് വരിക, പെട്ടെന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കയറി വരിക. ഞങ്ങൾ സൈബർ പാർക്കിൽ നിന്ന് ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് മാറേണ്ട സിറ്റുവേഷൻ വരെ ഞങ്ങൾ അത്രയും ഗ്രോ ചെയ്യുക, ഒരു ഓഫീസിൽ നിന്ന് രണ്ടാമത്തെ ഓഫീസിലോട്ട് പോവുക. അപ്പോൾ പിന്നെ അവിടെ എഡ്യൂക്കേഷൻ നടക്കില്ല. അതുവരെ പലരൊന്നും കൊടുത്ത പ്രശ്നമല്ല, പക്ഷെ വീണ്ടും വലിയൊരു പ്രോബ്ലമായി വരും. അപ്പോൾ നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ എവിടേക്കാണോ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്, നമ്മൾ തുടക്കം മുതൽ പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഫേസ് ചെയ്ത് പോരുന്നത്. അങ്ങനെയാണ് നമ്മൾ കൊച്ചിയിലോട്ട് എക്സ്പാൻഡ് ചെയ്യണം, ട്രിവാൻഡ്രം എക്സ്പാൻഡ് ചെയ്യണം, ഇപ്പോൾ ബാംഗ്ലൂരുള്ള നമ്മൾ 6 സിറ്റീസിലോട്ട് നമ്മൾ എത്തിയത്. മലയാളത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്, മെയിൻലി മലയാളമാണ്. നമ്മൾ തമിഴ് ചെയ്യുന്നുണ്ട്, കർണാടകത്തിൽ ചെയ്യാൻ പോവാണ്, തെലുങ്കിൽ ചെയ്യാൻ പോവാണ്, ഹിന്ദി, ഇംഗ്ലീഷ് 6 ലാംഗ്വേജിലോട്ട് ഞങ്ങൾ മാറാൻ പോവാണ്. അപ്പോൾ ഓൾറെഡി 6-7 വർഷത്തിൽ ഒരു $50 million വാല്യുവേഷൻ ആയിട്ടുള്ള ഒരു കമ്പനിയായി പ്രോട്ടോടൈപ്പ് മാറിക്കഴിഞ്ഞു. അപ്പൊ ഇനി ബില്യൻസിലേക്ക് നോക്കണം നമ്മൾ, ബില്യൻസിലോട്ട് അല്ലേ? എന്റെ ഫ്ലാറ്റ് തന്നെ താമസിച്ചോ, അവിടുന്ന് പോരുത്. ഇതൊക്കെ പറയുമ്പോഴേ പലരും വിചാരിക്കും, ഇപ്പൊ ഞാന് കഴിഞ്ഞ ദിവസം വണ്ടിയൊക്കെ എടുത്തപ്പോഴേ പിള്ളേർ ചിന്തിക്കണത് ഇയാള് 2 കോടി വണ്ടി എടുത്ത്, അപ്പൊ ഇവരൊക്കെ വിചാരം നമ്മളെ കയ്യിൽ ഇത്രയും കോടി, ഇപ്പൊ 50 million എന്നൊക്കെ പറയുമ്പോൾ 50 million കയ്യിലില്ല എന്നുള്ളവർ മനസ്സിലാവണില്ല. വാല്യുവേഷൻ ആണെന്നും നമ്മൾ എക്സിറ്റ് അടിക്കുമ്പോഴാണോ അല്ല IPO പോകുമ്പോഴാണ് കയ്യിൽ ഫണ്ട് വരുള്ളൂ എന്നൊക്കെ മനസ്സിലാവും. കുട്ടികളുടെ വിചാരം കോടികളാണ് കയ്യിൽ. പക്ഷെ വേണം, നമുക്കൊരു ഇത് വേണ്ടേ? അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിത് മേക്ക് ചെയ്യാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫണ്ട് മേക്ക് ചെയ്യണം, നമ്മൾ ഗ്രോ ചെയ്യണം, നമ്മൾ വളരണം. ഈ കുട്ടികൾ വളരാതെ നമുക്ക് വളരാൻ പറ്റില്ല. ഒരു റിയൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമർക്ക് പ്രോപ്പർ സർവീസ് കിട്ടാതെ അവർക്ക് സക്സസ് ഉണ്ടാക്കാതെ നമുക്ക് വളരാൻ പറ്റൂല. കുറച്ച് സമയം വേണമെങ്കിൽ വളരാം, ഒരു മാർക്കറ്റിംഗ് ഗിമിക്ക് കാണിച്ച് നമുക്ക് വളരാൻ പറ്റും. പക്ഷെ ലോങ് ടൈമിൽ ഒരു ബ്രാൻഡ് നിലനിൽക്കണമെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പൊ പറഞ്ഞ 2300 ചില്ലം പ്ലേസ്മെന്റ്, ഈ പ്ലേസ്മെന്റ് 6 വർഷത്തിൽ വന്നതാണ്. ഈ 2019 to now ആണോ 21 to now? 21 നമ്മൾ ബാച്ച് തുടങ്ങിയപ്പോൾ 21 to now എന്ന് പറയുമ്പോൾ 5 years ഇതിനുള്ളിൽ വന്നതാണ്. ഈ എല്ലാ പ്ലേസ്മെന്റും നമ്മുടെ വെബ്സൈറ്റിൽ ഫുള്ളി ലിസ്റ്റഡ് ആണ്. ഓക്കെ, നമുക്ക് വെറുതെ കയറി ചെക്ക് ചെയ്യാം. വിത്ത് ഫോട്ടോ. എന്താണ് വെബ്സൈറ്റ്? prototype.com. അതിൽ ഫുള്ള് കിട്ടാനുണ്ട്. ഈ പ്ലേസ്മെന്റിന്റെ കൗണ്ട് നമ്മൾ ഓരോന്ന് പറയുമ്പോഴും എല്ലാം നമ്മൾ വെബ്സൈറ്റിൽ ലിസ്റ്റഡ് ആണ്, വിത്ത് ഫോട്ടോ, വിത്ത് കമ്പനി നെയിം. ചില സാലറീസ് നമുക്ക് ഷോ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഓഫ് കമ്പനി റെസ്ട്രിക്ഷൻ. പക്ഷെ മെജോറിറ്റി ഒരു 80% സാലറി നമ്മൾ മെൻഷൻ ചെയ്തിട്ട് തന്നെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കുറെ യങ്സ്റ്റേഴ്സ് കാണുന്നുണ്ടാവുമല്ലോ. എങ്ങനത്തെ യങ്സ്റ്റേഴ്സ് ആയിരിക്കണം നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ടത്? അവർക്ക് എന്ത് ആപ്റ്റിറ്റ്യൂഡ് ആണ് വേണ്ടി വരിക? വാട്ട് ഇസ് ദെയർ? ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. അതായത് മാത്തമാറ്റിക്കലി അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എനിക്കും വരാം. പണ്ട് പഠിച്ച പ്രോഗ്രാമിംഗ് എളുപ്പമാക്കി മാറ്റാം. പക്ഷെ ഇന്ന് പ്രോഗ്രാമിംഗ് കുറച്ച് പഠിച്ചാൽ മതി. കുറച്ചുകൂടെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഉണ്ടല്ലോ, സ്ക്രിപ്റ്റിൽ വഴിയാണ് നമ്മൾ ആപ്പുകളൊക്കെ മേക്ക് ചെയ്യണത്. അപ്പൊ ഇനി കുറച്ചുകൂടെ എളുപ്പമാണ്. കോഡിങ് അത്ര വേണ്ട. ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രിപ്റ്റ് അപ്പോൾ ഇംഗ്ലീഷ് ഇവിടെ പഠിപ്പിക്കണം എന്നുള്ള മസ്റ്റാണ്. അപ്പോൾ നമുക്ക് വെച്ചാൽ ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും അറിയാം. മാത്തമാറ്റിക്സ് ബേസിക് ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, ബേസിക് മാത്തമാറ്റിക്സ് അറിയാം. +2 കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഡിഗ്രി ഏതോ ആയിക്കോട്ടെ, ഡിഗ്രി ഫെയിൽ ആവാനായിക്കോട്ടെ, വന്നോ വർക്ക് ചെയ്യാൻ റെഡിയാണോ, നമ്മുടെ കൂടെ നമ്മളൊരു ബ്രോസിനെ മേക്ക് ചെയ്യാണ്. പ്രോട്ടോടൈപ്പ് എന്ന ബ്രദർ പ്ലസ് പ്രോട്ടോടൈപ്പ്. അപ്പോൾ ബ്രദർ പ്ലസ് പ്രോട്ടോടൈപ്പ് ആണ് ബ്രോട്ടോടൈപ്പ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള ഒരു യൂത്തിനെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല, ജെൻഡർ ഇതൊന്നുമില്ല കേട്ടോ. ബ്രോ എന്ന് പറഞ്ഞാൽ ഗേൾസ് ആൻഡ് ബോയ്സ് ആർ ഓൾ ബ്രോ. അതുണ്ട്, അത് പലരും തെറ്റിദ്ധരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും ഉണ്ട്, ഗേൾസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മളെന്ന് വെച്ചാൽ ആ രീതിയിൽ ഹൈ പെർഫോമൻസിനെ മേക്ക് ചെയ്യാണ് ചെയ്യണത് ഓരോ ഇൻഡസ്ട്രിയിലുള്ള. അപ്പം ഇതാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേ ബി
ഇനി ഞങ്ങൾ പല ഫീൽഡിലോട്ട് എൻ്റർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ എ ഐ വന്നോടെ ഒരുപാട് ഫീൽഡിലുള്ള ആൾക്കാർക്ക് എയുടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ ഒരു കൊമേഴ്സ് വാട്ട് ഇസ് AI? ഇപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഇപ്പൊ ടെക് എനിക്ക് വളരെ ദൂരെ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം AI വരുമ്പോൾ ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിക്കും. കുറച്ച് ഈസിയർ ആണ് ലൈഫ്, ഓഫ് കോഴ്സ്. ഇപ്പം എൻ്റെയൊക്കെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ChatGPT ബിക്കോസ് എൻ്റെ എല്ലാവരുടെയും. സോ AI-നെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും? ടെക്ക് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തു, പക്ഷേ എ ഐയിൽ ഇൻ്റലിജൻസ് വരികയാണ്. അതായത് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ തവണ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വാട്സാപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ 1000 ആൾക്കാർക്ക് 10,000 ആൾക്കാർക്ക് കൊടുക്കാം. അതേസമയം തിങ്കിങ് കൂടി വന്നാലോ നമുക്ക് കുറച്ചുകൂടി വേണ്ട കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാൻ നമ്മളൊരു ഫ്രണ്ട് ഹെൽപ്പ് ചെയ്യുക, ഇംഗ്ലീഷ് നോളേജ് ഉള്ള ഒരാളെ ഹെൽപ്പ് ചെയ്യുക. രണ്ട് രീതിയിൽ തന്നെ കാണാം. ഡേഞ്ചറസ് എന്ന വേൾഡിൽ ഇപ്പോൾ എല്ലാം ഡേഞ്ചറസ് ആണ്. നമ്മളിപ്പോൾ ഡ്രഗ്സ് യൂസ് ചെയ്യും. ഡ്രഗ്സ് ഇന്ന് ആർക്കും അവൈലബിൾ ആവാഞ്ഞിട്ടല്ല, ആൾക്കാരാണ് പലതും. ഇപ്പോൾ ഡ്രഗ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒരാൾ ഉപദ്രവിക്കുന്ന ആയിക്കോട്ടെ, ആർക്കും ആരെ വേണം ഉപദ്രവിക്കാനുള്ള പോസിബിൾ ആണ്. അത് ആര് ചെയ്യുന്നത് വളരെ വളരെ മാനസികമായിട്ട് പ്രശ്നമുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നമ്മൾ ഗവൺമെൻറ്റുകളും പോലീസും കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെ സൊസൈറ്റിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എഐനും ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന ആളെ അത്രേ ഉള്ളൂ. നമുക്കിന്ന് നോട്ട് പ്രിന്റ് ചെയ്യാൻ അറിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ നല്ലൊരു നോട്ട് പ്രിന്റ് ചെയ്യാത്തത്. വളരെ കുറച്ച് ആൾക്കാരാണ് നോട്ട് പ്രിന്റിങ്ങിലോട്ട് പോകുന്നത്, വളരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അത് പോലീസും ഗവൺമെന്റും കൺട്രോൾ ചെയ്യാണ്. അതുപോലെ തന്നെയാണ് എഐനെ കണ്ടത്. എഐയിലും ഒരുപാട് ത്രെട്ടും കാര്യങ്ങളും വരാനുള്ള നമുക്ക് ഒരുപാട് കാര്യം മനുഷ്യനെ ഭീഷണി ആയേക്കാം. പല രീതിയിലുള്ള സ്റ്റഡീസ് ഉണ്ട്, പല പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗവൺമെന്റ് നമ്മൾ കൺട്രോൾ ചെയ്യും. നമ്മുടെ നാട്ടിൽ നല്ല മനുഷ്യന്മാരാണ് കൂടുതലുള്ളത് അല്ലേ? വളരെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ വളരെ കുറച്ചുള്ളൂ. ഇവരുണ്ടാക്കുന്ന ത്രെട്ടിനെ നമ്മൾ പരിഹരിക്കാൻ മുന്നേ നമ്മൾ കാര്യങ്ങൾ ചെയ്യും. ഇന്നിപ്പോൾ ഫോം വിളിച്ചിട്ട് ആരെയും നമുക്ക് തെറി പറയാം. ഇന്ന് പക്ഷേ സൈബർ സെക്യൂരിറ്റി നമ്മുടെ സൈബർ പോലീസ് വിങ്ങുള്ളതുകൊണ്ട് ഇന്നിപ്പോൾ ഒരാളെ നമ്മൾ തെറി വിളിച്ച ഒരാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സ്പോട്ടിൽ അത് നമ്മൾ ആളെ കൊണ്ടുവരും ഇവിടെ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ല മനുഷ്യന്മാർ ചീത്ത കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് അതിനെ പ്രിഎംപ്റ്റ് ചെയ്തിട്ട് അതിനോട് ഡിഫെൻസ് സോൾവ് ചെയ്യാം. ഐ തിങ്ക് ഇറ്റ്സ് വെരി വെരി വെൽ എക്സ്പ്ലെയിൻഡ്. അപ്പോൾ ഇങ്ങനെ രീതിയിൽ എഐനെ എന്ത് ചെയ്യും, നമ്മൾ തിരുത്തി മുന്നേറാനാണ് ചാൻസ് കാണുന്നത്. പക്ഷെ അല്ലാത്ത രീതിയിലും ഭീഷണിയാവാം. എന്താ വെച്ചാൽ ജോലിയിൽ ഭീഷണി ആയിക്കൊണ്ടിരിക്കുകയാണ്, ജോലികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ജോലി ഫുള്ള് ഭീഷണിയാവോ, ജനങ്ങൾ ഒരു പണിയെടുക്കാത്ത രീതിയിൽ നിൽക്കേണ്ട ആവശ്യം വരുമോ എന്നുള്ളതും അറിയില്ല. എൻ്റർടൈൻമെൻറ്റ് പക്ഷേ എല്ലാ കാലത്തും ഭയങ്കര സൂപ്പറാണ്. അത് മുന്നോട്ട് കയറിക്കൊണ്ടേയിരിക്കും. ഞാനും ആലോചിക്കാം എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. ഞാൻ ജീവിക്കുന്നത് ഞാൻ മറ്റേ ഒരിക്കലും മരിക്കാതെ നിൽക്കണേ. അല്ല, നമ്മളതിലൊരു ചേഞ്ച് മനസ്സിലാക്കേണ്ടത്, പണ്ട് നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്ന ആൾക്കാർ പാവങ്ങളായിരുന്നു. ഫോർ എക്സാമ്പിൾ പണ്ട് നമുക്ക് ഡ്രാമ, സർക്കസ് ഇതൊക്കെ ആയിരുന്നു എൻ്റർടൈൻമെൻറ്റ്. അത് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ വളരെ പാവങ്ങളായിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇന്ന് നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്ന ആൾക്കാർ ഹെവി റിച്ചും, കാണുന്ന ആൾക്കാർ സാധാരണക്കാരായി പവർ മാറി. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഇനി എഐ വരുമ്പോൾ നമ്മുടെ ജോലികളെല്ലാം റീപ്ലേസ് ചെയ്താലും എൻ്റർടൈൻമെൻറ്റ് ഫീൽഡുകൾ ഇനിയും ഗ്രോ ചെയ്യും. മനുഷ്യന് പ്ലഷർ വേണമല്ലോ, അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇനിയും ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. മനുഷ്യൻ പണിയെടുക്കാൻ എങ്ങനെ എഐ ആണ് മാറ്റം വരുത്തുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇന്ന് തിങ്ക് ചെയ്ത് സംസാരിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ഓരോ കാര്യവും ഞെട്ടിപ്പോവാണ്. ഇപ്പം ഞാൻ ഇന്നലെ എൻ്റെ നമ്മൾ പുതിയ എയുടെ ഒരു ഗൂഗിൾ ഫ്ലോ എന്ന് പറഞ്ഞ ടൂൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു അവതാർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പ്രസന്റ് ചെയ്യണ വീഡിയോ ഞാൻ സ്ക്രിപ്റ്റ് കൊടുക്കുകയാണ്. ഞാൻ പോയി പൂളിൽ ചാടണം, ഞാൻ പോയി ചാടുന്നത് റിയൽ മൂവി. ഞാൻ എൻ്റെ ഹോളിവുഡ് മൂവി ക്രിയേറ്റ് ചെയ്ത് വാളായിട്ട് വെട്ടുന്നൊക്കെ സീന്. അപ്പം എത്ര സിമ്പിളായിട്ടാണ്. ഞാനൊരു ക്യാമറ വെച്ചില്ല, ഞാനൊരു എഡിറ്റർ വെച്ചില്ല, ഞാൻ ലൈറ്റിങ് അറിയണില്ല, ഒന്നും അറിയണില്ല. നമുക്ക് മീഡിയ ഇപ്പം എൻ്റെ പ്രസൻറ്റേഷൻ വീഡിയോ ഞാനിരുന്ന് ക്ലോഡിൽ നിന്നിട്ട് ഞാൻ പ്ലാൻ ചെയ്യാണ്. എനിക്കൊരു 1 മിനിറ്റ് റീല് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ കോണ്ടന്റിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് തന്നു, മലയാളത്തെ സ്ക്രിപ്റ്റ് തന്നു. ആ സ്ക്രിപ്റ്റ് ഞാൻ നേരെ ഫ്ലോയിൽ കൊടുക്കുമ്പോൾ ആ സ്ക്രിപ്റ്റിൽ ഞാൻ പ്രസന്റ് ചെയ്യാണ്. സോ വെയിറ്റ്, എനിക്കിപ്പോ റൂട്ടഡിന്റെ അടുത്ത എപ്പിസോഡ് വേറൊരു ഗസ്റ്റിനെ വെച്ച് ചെയ്യണമെങ്കിൽ നമുക്കത് ഈ സാധനത്തിൽ ഫുൾ ചെയ്താൽ രഞ്ജിനിയോട് വേണ്ട. വാട്ട് ആർ യു സേയിങ്? വാവ്, അവിടെ എത്തി. എഐനോട് ഒരു ഇന്റർവ്യൂ നടത്തണം. അത് ചെയ്യാൻ പറ്റില്ല. എഐയിൽ ആര് വരും? ഞാൻ ഇവിടെ ഒരു അവതരണം വെക്കാം നമുക്ക്. ഒരു രഞ്ജിനിയുടെ രഞ്ജിനി എഐനെ ക്രിയേറ്റ് ചെയ്യുന്നു. രഞ്ജിനി ഇപ്പുറത്തിരിക്കുന്നു. രഞ്ജിനി ഞാൻ എന്റെ ഫൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനും ഫൈറ്റ് ചെയ്യുന്നു. അപ്പൊ അത്രയും ലെവലിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കുമ്പോ ഇത് ക്യാമറാമാന് ഭീഷണിയാണോ, ഇത് എഡിറ്റർക്ക് ഭീഷണിയാണോ? റിയലി ആലോചിച്ച ഭീഷണിയാണ്. എനിക്ക് ആവശ്യമുണ്ട്. ഇത് ഭീഷണി കോസ്റ്റ് കട്ടിംഗ് അല്ലേ? അതോ കൂടുവോ? കോസ്റ്റ് കട്ടിംഗ് വരും. ഇവിടെ ക്യാമറയിൽ അല്ല, ഇത് മാറാൻ പോവാണ്. അപ്പൊ ഇവര് കുറച്ചും കൂടെ, പക്ഷെ ഇതിന്റെ നോളേജ് അവിടെ യൂസ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതൊക്കെ മാറിയാലും
ഈ ചെയ്യുന്ന ആളിപ്പോൾ മേ ബി ഇപ്പോൾ ഇന്ന് കട്ട് ചെയ്യണ്ട. ഫോർ എക്സാമ്പിൾ ഫോട്ടോഷോപ്പ് എടുത്തിട്ട് നമ്മൾ ഒരാളെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പറഞ്ഞാൽ മതി. പക്ഷെ എങ്ങനെ പറയണം എന്നുള്ള ബോധ്യം ഈ ഡിസൈനർക്കും ഈ ബോധമുള്ളവർക്കും ഉണ്ടാവുള്ളൂ. ഏതിവിടെ ലൈറ്റ് വെക്കണം, എവിടെ ലൈറ്റ് വെച്ചാൽ നല്ലതായിരിക്കും, അത് ഫ്രീ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് കോഡ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അതൊക്കെ നടക്കുള്ളൂ. അല്ല ആ ഒരു ബോധമുള്ള ഒരാൾക്ക് പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ കോഡിങ്ങിനെയും ആപ്പിനെയൊക്കെ മേക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഊബർ പോലെ ഒരു ആപ്പ് ഉണ്ടാക്കണമെന്ന് ആപ്പ് ഉണ്ടാക്കി തരും. പക്ഷെ അതിനുള്ളിൽ ഫീച്ചർ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഫ്രണ്ട് എൻഡ് എന്താ, ബാക്ക് എൻഡ് എന്താ, ഇതെങ്ങനെ വർക്ക് ചെയ്യണേ, സെർവർ എങ്ങനെ, ഒരു ഓതന്റിക്കേഷൻ മെക്കാനിസം എങ്ങനെ വർക്ക് ചെയ്യണം, ഇത് അറിഞ്ഞില്ലെങ്കിൽ നമുക്കിത് പറയാൻ പറ്റില്ല. അതുപോലെയാണ് ഇപ്പോൾ എഡിറ്റിങ്ങിലാണ് ഇന്ന ക്യാമറ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ലൈറ്റിംഗ് വരണം, അതെന്നാൽ അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ, ഇത് ഇവർക്ക് അറിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ക്യാമറ ഉണ്ട്, പക്ഷെ എന്ന് വെച്ചിട്ട് എല്ലാവർക്കും നല്ല ഫോട്ടോ എടുക്കാൻ പറ്റണില്ലല്ലോ. അതൊരു സെൻസാണ്. അപ്പോൾ ആ സെൻസുള്ള ആൾക്കാർ കുറച്ച് കാലം കൂടി ഭയങ്കര വാല്യൂ ഉണ്ടാവും. പ്ലസ് ഈ പ്രോംപ്റ്റ് ഇംഗ്ലീഷിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ മലയാളത്തിലായാലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യാനെന്ന് സിസ്റ്റം ഇതാണ്. അപ്പോൾ അത്ര രീതിയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഭയങ്കര ചേഞ്ച്. ഞാൻ ഓരോ ദിവസം ഞെട്ടുകയാണ്. ആന്ത്രോപിക് ഇറക്കുന്നത്, ക്ലോഡ് മറ്റേ ജെമിനി വേറെ ഇറക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ChatGPT വേറെ ഇറക്കുന്നത്, ഓരോരുത്തർ ഓരോ ദിവസം പുതിയ സാധനം കൺഫ്യൂസ്ഡ് ആണ് ഏത് വഴി പോകണമെന്ന്. ബിക്കോസ് അത്രയധികം ഓപ്ഷൻസ് വന്നു തുടങ്ങി. എനിക്ക് 2 ദിവസമായിട്ട് ഉറക്കം വന്നില്ല ഈ സംഭവം, ഈ ഫ്ലോ വീഡിയോ കണ്ടിട്ട്. ഞാൻ ആലോചിച്ചു ഇനി കോണ്ടന്റ് ക്രിയേഷന്റെ ആവശ്യം എന്താ, ആർക്കും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഞാനും കണ്ടു തുടങ്ങി ഇപ്പൊ കുറെ AI ക്യാരക്ടേഴ്സ്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഞാനിപ്പോ ഒരു യൂട്യൂബ് ചാനൽ മേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. കിഡ്സിന്റെ ചാനൽ ഉണ്ടല്ലോ, നല്ല വ്യൂ ആണ്, 5 മില്യൺ ഒക്കെ വ്യൂ ഉണ്ട്. US ആൾക്കാരൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എമൗണ്ട് കിട്ടുകയും ചെയ്യും, നമുക്ക് കുറച്ചുകൂടെ. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ ഞാനതിൽ മേക്ക് ചെയ്യാൻ വേണ്ടി ഡൂഡു എന്നൊക്കെ പറഞ്ഞാൽ മേക്ക് ചെയ്ത് ക്യാരക്ടേഴ്സിനെ മേക്ക് ചെയ്ത്, എന്നിട്ട് ഞങ്ങൾ സ്റ്റോറി എടുത്ത് ഒരു സ്റ്റോറി പ്രിപ്പയർ ചെയ്യാൻ, എന്നിട്ട് ആ സ്റ്റോറി കൊടുത്തിട്ട് വീഡിയോ മേക്ക് ചെയ്യാൻ പറ്റുകയാണ്. അവിടെ ക്യാമറ യൂസ് ചെയ്തില്ല, ഞാൻ ലൊക്കേഷൻ ഇല്ല, എനിക്ക് ഷൂട്ടില്ല, എനിക്ക് ക്യാരക്ടേഴ്സ് ഇല്ല, അഭിനയിച്ചില്ല, ഒന്നുമില്ല, എഡിറ്റേഴ്സ് ഇല്ല, പോസ്റ്റ് പ്രൊഡക്ഷൻ ഒന്നും പരിപാടികളൊന്നുമില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് എനിക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് എല്ലാ ഫീൽഡിലും വരികയാണ്. ഇനി ഡ്രൈവർ വേണ്ട, വീട്ടിൽ കുക്ക് ചെയ്യാൻ ആൾക്കാർ വേണ്ട, ഇങ്ങനെ രീതിയിൽ എല്ലാ പണികളെയും നമ്മൾ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ആവുക, പുതിയ രീതിയിലൂടെ ചെയ്യാത്തവൻ ഔട്ടാവും ഫീൽഡിൽ നിന്ന്. പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടർ എടുക്കില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഔട്ടായ പോലെ, കമ്പ്യൂട്ടർ വരുമ്പോൾ കമ്പ്യൂട്ടർ എടുത്തു, AI വന്നപ്പോൾ AI എടുക്കുക, AIയിൽ എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക, അത് ഏറ്റവും പെട്ടെന്ന് ആരെടുക്കുന്നോ അവൻ കൂടുതൽ സക്സസ് ആവും. അപ്പോൾ അത് ഏറ്റെടുക്കാൻ എല്ലാവരും റെഡി ആവുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഇതില് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? നമ്മളിപ്പോൾ ഒരു 1-2 വർഷം എനിക്ക് ശരിക്കും പേടിച്ചു പോയി. അതായത് എനിക്ക് ഉറക്കമില്ലാത്ത കുറേ ദിവസം വന്നു. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ഇത് മേക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ 2019 മുതൽ ചാനൽ പഠിപ്പിക്കുന്നത് കോഡിംഗ് ആണല്ലോ. ഇത്രയും കാലം ഉണ്ടാക്കിയ വീഡിയോ ഒന്നും ഇനി വേണ്ടേ? അതായത് 100K കോഡിംഗ് ചലഞ്ച് ഞാൻ അഭിമാനത്തോടെ പറഞ്ഞ സാധനമാണ്. പക്ഷെ അത് വളരെ ബേസ് പഠിച്ചാൽ മതി. ഇനി ഒരുപാട് ഡീറ്റെയിൽ പഠിക്കണ്ട, അല്ലെങ്കിൽ നമുക്കൊരു ഫൗണ്ടേഷൻ മാത്രം ഉണ്ടായാൽ മതി. ഇന്ന് പ്രോംപ്റ്റ് അറിയാം, നമുക്കൊരു പ്ലാറ്റ്ഫോം മേക്ക് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് മതി, കുറച്ച് കോഡിങ് പഠിച്ചാൽ മതി. 2 കാര്യങ്ങളാണ് കോഡിങ് ഇന്നും പഠിക്കേണ്ടി വരുന്നത്. ഒന്ന്, കമ്പനികൾ ഇപ്പോൾ ഇന്റർവ്യൂവിന് കോഡിങ് ചോദിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് കോഡിങ് പഠിപ്പിക്കണം. എന്താ വെച്ചാൽ ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാർ ഇന്നും കോഡിങ് വേണം എന്നുള്ളത് ചോദിക്കും. പിന്നെ ഏതെങ്കിലും പ്രൊജക്റ്റിൽ എവിടെയെങ്കിലും സ്റ്റക്ക് ആയാലും ചിലപ്പോൾ കോഡിങ് എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കേണ്ടി വരും, എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പോൾ തീരെ ഐഡിയ ഇല്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രോബ്ലം വരും. പക്ഷേ ഇത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണ്, ഇത് AI വേഴ്സ്റ്റ് സിറ്റുവേഷൻ ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പണ്ട് ഇന്റർനെറ്റ് വന്നപ്പോൾ GPRS 2G ഒക്കെ ഉപയോഗിച്ചില്ലേ, ആ മോഡിലാണ് ഇപ്പൊ ഇന്ന് AI കിടക്കുന്നത്. AIയുടെ 5G ഒക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ AIയുടെ ഏറ്റവും വേസ്റ്റ് സിറ്റുവേഷനിൽ ഇത്രയും ചേഞ്ചസ് ആണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നെങ്കിൽ അത്രയും സ്പീഡിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങൾ തന്നെ പലപ്പോഴും ആലോചിച്ചു, ഇനിയിപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആവശ്യമുണ്ടോ, പ്രോട്ടോടൈപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം, ഇങ്ങനെ ഞങ്ങൾ ചിന്തിച്ചു പല സമയത്ത്. എങ്ങനെ അപ്ഡേറ്റ് ചെയ്യും? അതായത് ഈ രീതി, അത് ഈ പ്രോംപ്റ്റ് വെച്ചിട്ട് ചെയ്യുമ്പോഴും ഇവർക്ക് എന്ത് ഇപ്പോൾ പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ ഇന്ന സംഭവം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മീഡിയൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ മോണോക്രോം അല്ലെങ്കിൽ RGB ഇന്നതാണോ അതാണ് ഇതാണോ, അങ്ങനെ കുറേ ടേംസുകൾ ഉണ്ടാവുമല്ലോ. ഈ ടേംസ് എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എഡ്യൂക്കേഷൻ ആണ് വേണോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൊബൈൽ OTP ലോഗിൻ, മൊബൈൽ OTP വേണോ, Gmail വേണോ, ഇതിൻ്റെ വ്യത്യാസം എന്താണ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണത്, ഓതൻറ്റിക്കേഷൻ, അങ്ങനെ പല മെത്തേഡുകളുണ്ട് ഇതിനൊക്കെ. അപ്പോൾ ഇത് എത്ര സേഫ്റ്റി ഏതാണ് എന്നൊക്കെ നമുക്ക് കുറച്ചൊരു ധാരണ വേണം. ഈ ധാരണ ഇല്ലാത്ത ബാക്ക് എൻഡ് എന്താ, ഫ്രണ്ട് എൻഡ് എന്താ, ഇതൊക്കെ വർക്ക് ചെയ്യാൻ ടെക്നോളജി. ഇപ്പോൾ സെർവറാണെങ്കിൽ സെർവർ തന്നെ പല ക്ലൗഡ് സെർവറുകളുണ്ട്, സ്കെയിലിംഗ്, അങ്ങനെ ഒരുപാട് ടേമുകളുണ്ട്. ഇതൊന്നും അറിയാത്ത ഒരാൾ വന്നിട്ട് സ്ക്രിപ്റ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു ആപ്പ് ഉണ്ടാക്കാം. പക്ഷെ അവർക്കൊരു വലിയൊരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്യണമെങ്കിൽ ഇതറിയുന്ന ആൾക്കാർ വേണം. പിന്നെ അത് മാത്രമല്ല,
അപ്പോൾ നമ്മളൊരു കമ്പനി എടുത്താണ്, ഞാനൊരു കമ്പനി എടുത്താണ്, എനിക്ക് വേണ്ടി എൻ്റെ ആപ്പ് ഉണ്ടാക്കുക, എൻ്റെ എല്ലാ വീഡിയോ എഡിറ്റ് ചെയ്യുക, അതെല്ലാം കൂടി എനിക്ക് ചെയ്യാനും പറ്റൂല. എനിക്ക് എന്തായാലും ടീം വേണം അല്ലേ. നമ്മൾ ഒരിക്കലും ഒരു ഓണർ ഒരിക്കലും എന്ത് ചെയ്യില്ല, എപ്പോഴും ഒരു കമ്പനിയുടെ ഓണർ എല്ലാ പണിയോടെയും ഈ AI വന്നിട്ടും ചെയ്യൂല. നമ്മളവിടെ ഇനീഷ്യലി നമ്മൾ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണം, അവർക്ക് കുറച്ചുകൂടി പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, പറഞ്ഞു കൊടുത്ത് പെട്ടെന്ന് മേക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ മേക്ക് ചെയ്യുക. ആദ്യം അവരോട് ടീം ഉണ്ടാക്കും, അവരിലൂടെയാണ് ഇത് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അറ്റ് പ്രസൻറ്റ് നമുക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ വേണം, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് പ്രോംപ്റ്റ് ചെയ്യാൻ അറിയണം, ടെക്നോളജി അറിയണം, ഇൻ്റർവ്യൂവിന് കോഡിംഗ് ഉള്ളതുകൊണ്ട് കോഡിംഗ് കൂടെ ആഡ് ചെയ്യണം, പ്ലസ് AI ടോപ്പിക്കുകൾ AI വെച്ചിട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ള കൂടുതൽ ആഡ് ചെയ്തു ഞങ്ങൾ കോഴ്സിൽ. എന്നാൽ മാത്രമേ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ രീതിയിൽ കോഴ്സിനെ ചേഞ്ച് ചെയ്തു. ഞങ്ങളെല്ലാം 3 മാസം കൂടുമ്പോഴും, ഇനി പഴയ പോലെ ഒരു വലിയ കമ്മിറ്റി കൂടി പിന്നെ ഒരു 2 വർഷം 5 വർഷം കൂടുമ്പോൾ സിലബസ് അപ്ഡേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എന്ന് 3 മാസം 3 മാസം സിലബസ് അപ്ഡേറ്റ് ചെയ്യണം. ഈ പറഞ്ഞ മാതിരി ഫുൾ സ്റ്റാക്ക് വെബ് ആപ്ലിക്കേഷൻ സെർവറുകൾ മേക്ക് ചെയ്യണത്, അതേപോലെ മൊബൈൽ ആപ്പുകൾ മേക്ക് ചെയ്യണത്, സൈബർ സെക്യൂരിറ്റി സെക്യൂർ ആക്കണം, ഇതൊക്കെ ഉണ്ടാക്കിയത് സെക്യൂർ ആണോ നോക്കണം, പിന്നെ മെഷീൻ ലേണിംഗ് AI, അത് പ്യൂർലി നമ്മൾ ഈ പറഞ്ഞ മാത്തമാറ്റിക്സ് അറിയാവുന്ന, ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ പോലുള്ള കാര്യങ്ങൾ, പ്രോബബിലിറ്റി സ്റ്റഡീസ് ഒക്കെ അറിയാവുന്ന ആൾക്കാർക്ക് മാത്രം പറ്റിയ ഫീൽഡുകളാണ് ഡാറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ് ഓർ AI ഫീൽഡ്. AI വെച്ചിട്ടാണ് ആപ്പൊക്കെ ഉണ്ടാക്കുന്നത്, പക്ഷേ ഇത് യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും ChatGPT ഉണ്ടാക്കാൻ പഠിക്കുക എന്ന് പറയുമല്ലോ, ആ ലെവലിലോട്ട്, ലോ ലെവലിലോട്ട് IV സാധനങ്ങൾ, അതാണ് നമ്മൾ പറഞ്ഞ ഡാറ്റാ സയൻസ് ആയിക്കോട്ടെ, മെഷീൻ ലേണിംഗ് ആയിക്കോട്ടെ, ആ സബ്ജക്റ്റുകൾ അത് പഠിക്കാൻ മാത്തമാറ്റിക്സ് ഞങ്ങൾ ചെക്ക് ചെയ്യും. അവനുള്ളവർ മാത്രമേ നമ്മൾ ആ കോഴ്സിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കുള്ളൂ. ഹൈപ്പിൻ്റെ ബാക്കിൽ ഞങ്ങൾ കൊടുക്കൂല. പലരും വരും എനിക്ക് ഡാറ്റാ സയൻസ് എടുക്കണം, എന്നിട്ട് അവർ മാത്തമാറ്റിക്സ് ചെക്ക് ചെയ്യുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവരെ നമുക്ക് എൻ്റർ ചെയ്യിപ്പിച്ചാൽ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം ഫീസ് മേടിക്കുക, പ്ലേസ്മെന്റ്, അതായത് ഇപ്പോൾ നമുക്ക് ഫീസ് മേടിക്കുക, സർട്ടിഫിക്കറ്റ് കൊടുക്കുക, ഇതായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചോളം എൻഡിലെത്തുമ്പോൾ അവന് ജോലി കിട്ടണം, സാലറി കിട്ടണം, അതിൽ അവന് കമ്പനി പോയി പെർഫോം ചെയ്യണം. ഇതില്ലെങ്കിൽ അവനെ നാളെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടും. ഈ പിരിച്ചുവിടെ എന്തെങ്കിലും കമ്പനിയിൽ പ്രോബ്ലം ആയാൽ പോലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ടീമുണ്ട്. എന്തെങ്കിലും വിഷയത്തിന് പോലും, അതായത് അടുത്ത ജമ്പിങ്, 1 വർഷം കഴിയുമ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കയറ്റത്തിനൊക്കെ ഞങ്ങൾ പ്ലേസ്മെൻറ്റ് ടീമിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ട കമ്പനിയാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇവൻ ജസ്റ്റ് ഇവിടെ എന്തെങ്കിലും കോഴ്സായിട്ട് ഇറങ്ങിയാൽ പറ്റില്ല, ഇവനെ കൊണ്ട് പറ്റാവുന്നേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവനെ ഞങ്ങൾ മാത്തമാറ്റിക്സ് ഞങ്ങൾ ഇനീഷ്യലി ചെക്ക് ചെയ്യുന്നുണ്ട്, അത് അറിയാവുന്നവന് ഈ സബ്ജക്റ്റുകൾ കൊടുക്കും. അതുപോലെ ഗെയിം ഡെവലപ്മെൻറ്റ് സെപ്പറേറ്റ്, നമ്മൾ മനുഷ്യന് എന്നും പ്ലഷർ വേണമല്ലോ. അപ്പോൾ ഗെയിം ഡെവലപ്മെൻറ്റ് എന്തായാലും ഫീൽഡ് നല്ല ഫ്യൂച്ചറുള്ള ഗെയിം ഫീൽഡാണ്. അപ്പോൾ ഈ ഗെയിം ഡെവലപ്മെൻറ്റ് പഠിക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ മാത്തമാറ്റിക്സും വേണം, ഫിസിക്സും വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബോൾ എറിയണ ഒരു ഗെയിമാണ് കളിച്ചോ, അത് ഗ്രാവിറ്റി, വെലോസിറ്റി, ഈ സാധനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പണ്ട് ഫിസിക്സിൽ. ഈ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഇൻടു ടൈമോ അങ്ങനെ തോന്നുന്നു, എന്തോ ഞാൻ അപ്പോൾ സ്പീഡ്, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ്, ഇതൊക്കെ പഠിച്ച ഓർമ്മ ഉണ്ടല്ലോ. ഗ്രാവിറ്റി, 9 പോയിന്റ് പഠിച്ച ഓർമ്മയില്ല. അപ്പൊ അതൊക്കെ വരും. 5 മാച്ച് എല്ലാത്തിലും ഉണ്ട്. അപ്പൊ ഇതൊക്കെ പഠിക്കുന്ന ഒരു ഗെയിം ഡെവലപ്മെന്റിൽ കുറച്ചുകൂടെ, പക്ഷെ പഠിച്ചോളൂ കേട്ടോ. അപ്പൊ ഞാനൊക്കെ +2 ഫിസിക്സ് ഒക്കെ വെറുതെ പഠിച്ചോളാം. പക്ഷെ ഞാൻ ഗെയിം ഉണ്ടാക്കി നോക്കിയപ്പോൾ ഞാനിത് പഠിച്ചു. പക്ഷെ +2 ബുക്ക് വീണ്ടും എടുത്തിരുന്ന് പഠിച്ചു. ഓക്കെ, ഇത് പഠിച്ചപ്പോൾ നമുക്ക് രസമായിട്ട് തോന്നി. എന്ന് വെച്ചാൽ പ്രാക്ടിക്കലി നമ്മൾ ഇൻട്രസ്റ്റ് വന്നു. നമ്മൾ അന്ന് പഠിച്ചത് എക്സാം പാസ് ആവാനായിരുന്നു. പക്ഷെ ഇന്ന് ഗെയിം ഡെവലപ്പ് ചെയ്യുമ്പോൾ പഠിക്കുന്ന ഫിസിക്സ് നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് പ്രാക്ടിക്കലാണ്, അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇന്ന രീതിയിൽ ഫോഴ്സ് കൊടുത്താൽ ഞാൻ ഈ ബോൾ ഇത്ര എത്തും, അപ്പോൾ ഇന്നും കൂടി എത്തി ഞാൻ എത്ര എത്തും, അപ്പോൾ അത് മേക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കണം. അത് ഭയങ്കര രസമുള്ള ഒരു ഫീൽഡാണ് ഗെയിം ഡെവലപ്മെന്റ്. ഇങ്ങനെയുള്ള ഫീൽഡുകളാണുള്ളത്. നല്ലതാണ്. ഈ പേരൻസിന്റെ ആറ്റിറ്റ്യൂഡ് എന്താ ഇങ്ങനത്തെ നിങ്ങളോട്? 2 ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇപ്പൊ ചേഞ്ച് ആവുന്നുണ്ട്. വെച്ചാൽ ഇപ്പോഴത്തെ പാരൻസ് കുറച്ചുകൂടെ യങ് പാരൻസ് ആയി വന്നല്ലോ, കുറച്ചുകൂടെ മാറി വരുന്നുണ്ട്. അതിൻ്റെ ഒരു മാറ്റം നന്നായിട്ടുണ്ട്. അപ്പോൾ പല പാരൻസും ഇപ്പോൾ എന്താ പറയുക, ഇപ്പോഴത്തെ കാലത്ത് ഇനി ഒരു 4 വർഷത്തെ ഡിഗ്രിക്കും അല്ലെങ്കിൽ ഒരു 2 വർഷത്തെ PG കൂടെയൊക്കെ സമയം കളയണോ എന്നുള്ള ചിന്തിക്കാൻ തുടങ്ങിയവർ. ഇനി വേണമെങ്കിൽ തന്നെ +2 കഴിഞ്ഞു ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ഒരു ജോലിയിലോട്ട് കയറി ഇൻകം, ഈവൻ നമുക്ക് എവിടുന്ന് വർക്ക് ചെയ്യുക, റിമോട്ടായിട്ട് വർക്ക് ചെയ്യുക, ലാപ്ടോപ്പ് ഇൻ്റർനെറ്റ് ഉണ്ടോ എവിടെയും പോയി വർക്ക് ചെയ്യുക, പല റിസോർട്ടിലും പലയിടത്തും ട്രിപ്പ് അടിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാർ വരെയുണ്ട്. ഡിജിറ്റൽ നോമാഡ്സ്. അതൊരു അത്ര ലെവലിൽ നമുക്ക് ഇന്ന് ഫ്രീഡം ഉള്ള വർക്കാണ് IT വരുന്നത്. പഴയ പോലെ നമ്മളൊരു ഓഫീസിൽ മാത്രം ഇരുന്ന് വർക്ക് ചെയ്യണ മൂടുമല്ല. അപ്പം ഇങ്ങനെ കുട്ടികൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. +2 കഴിഞ്ഞ് 18-ാം വയസ്സിൽ ഇവിടെ ഈവൻ നമ്മുടെ ബർത്ത്ഡേ അല്ല, 18-ാമത്തെ ബർത്ത്ഡേ അന്ന് ഇവിടെ പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ആ പ്ലേസ്മെന്റ് സെലിബ്രേഷൻ, ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരുമിച്ച് എടുത്ത ആൾക്കാരുണ്ട്. അതേപോലെ +2 18 വയസ്സിൽ പ്ലേസ് ആയ ഒരുപാട് പേരുണ്ട്. അലൻ 15 LPA,
നമ്മുടെ ഹിഷാം 12 LPA എന്നൊക്കെ ആയിട്ട് ഒരുപാട് പേര് അവരുടെ കൂടെ ഞങ്ങളിപ്പോൾ ഒരു പോഡ്കാസ്റ്റ് ഞാൻ പഠിത്തം That's so good. Like 18 വയസ്സിൽ they are earning in 1 lakh a month. അത് Incredible. അങ്ങനത്തെ ഒരുപാട് പിള്ളേർ നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ എന്താ പറയുക, ഇവരെ പാരൻസ് കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇവർക്ക് ഇത് പറ്റിയിട്ടുള്ളത്. ഇന്ന് പാരൻസ് അത് സമ്മതിക്കുന്നുണ്ട്. ബിക്കോസ് ഈ +2 കഴിഞ്ഞിട്ട് പണ്ട് നമ്മളെ ട്രഡീഷണൽ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ എടുത്ത് ലോ, CA അങ്ങനത്തെ സേഫ് ആയിട്ടുള്ള ജോലികൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലികൾ എന്ന് വിചാരിക്കുമ്പോൾ പഠിപ്പ്. അപ്പം 12ാം ക്ലാസ് നിർത്തി ഈ ഇതിലേക്ക് വരിക, 1 വർഷം പഠിക്കുക, സാലറി കിട്ടുക എന്നൊക്കെ പറഞ്ഞത്. എന്നിട്ട് വേണമെങ്കിൽ ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇപ്പം പാരൻസിന് ഭയങ്കര നിർബന്ധമാണ്, അവന് ഡിഗ്രി വേണം നിർബന്ധമാണ്. ജോലി കിട്ടിയിട്ട് അവനൊരു ഓൺലൈൻ ഡിഗ്രി എടുത്താൽ മതി വേണമെങ്കിൽ. ഇനി അവന് ക്യാമ്പസ് പോയിട്ട് വേണമെങ്കിൽ പഠിക്കാം. ഇപ്പോൾ വിദേശത്ത് പോകുന്ന ആൾക്കാരുണ്ട്, ഇവിടുന്ന് ഒരു സ്കില്ലും ഇല്ലാതെ വിദേശത്ത് നിന്ന് വാഴ 2 മൂവി കണ്ടിട്ടുണ്ട്. അതിലുണ്ടല്ലേ ഒരു പണിയില്ലാതെ ഇരിക്കുന്ന അവസ്ഥ. അതായത് അല്ലെങ്കിൽ കെയർ ഹോമിലൊക്കെ പോയിട്ട് വല്ല നോർമൽ പെട്രോൾ പമ്പ് നോർമൽ ജോലി ചെയ്യേണ്ട സിറ്റുവേഷനാണ്. അതിന് പകരം ഇവിടുന്ന് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ഈ ആൾക്കാർ വിദേശത്ത് പോകുന്നതിന് മുന്നേ ഇതിനെ ബേസ് ചെയ്തിട്ട് ജോലി കിട്ടിയതിന് ശേഷം റിമോട്ടായിട്ടൊരു ജോലി കിട്ടി, ലാപ്ടോപ്പായിട്ട് പോകുന്നു, പാർട്ട് ടൈം ആയിട്ട് അവന് ഈ ജോലി ചെയ്യാൻ പറ്റുന്നു. നാളെ അവന് ഇതിനെ ബേസ് ചെയ്തിട്ട് അവിടെ ഒരു കോഴ്സ് ചെയ്യുന്നു, അവന് വേഗം ഈസി ആയിട്ട് കയറാൻ പറ്റും. മറ്റേത് ഏതെങ്കിലും ഫീൽഡിൽ ഒരു ജോലി അറിയാതെ ചുമ്മാ പോയിട്ട് അവസാനം അവൻ അവിടെ സ്റ്റക്ക് ആവുകയാണ് ചെയ്യുന്നത്. അതും നമ്മള് എന്താ മാനസികമായും ഭയങ്കര സഫർ ചെയ്യും അവര്, സാമ്പത്തികമായിട്ടും സഫർ ചെയ്യും. എല്ലാ ജോലികളും ആവശ്യമില്ലാത്ത ജോലികൾ ചെയ്യണം. ആൻഡ് വിത്ത് ടെക് നിങ്ങളുടെ പോലത്തെ ഒരു കോഴ്സ് പഠിച്ചിട്ട് പോകുന്നതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും ഇനി ഈ ഇൻഡസ്ട്രി ഇനിയും വളരാൻ പോവാണ്, ഒരിക്കലും ഒബ്സൊലീറ്റ് ആവാത്ത ഇൻഡസ്ട്രിയാണ്. ഇന്ന് പണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയർ ഉണ്ട്, ഇന്ന് കാർ ഓടിക്കുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ ഇലക്ട്രിക്കലാണ് അല്ലേ, ഓട്ടോമാറ്റഡ് കാർ ഓടിക്കുന്നു, ഇലക്ട്രിക് യൂസ് ചെയ്ത്. പണ്ട് മെക്കാനിക്കലായിരുന്നു, തെർമോഡൈനാമിക്സ് പല ഇക്വേഷൻസ് ഒക്കെ പഠിക്കണമായിരുന്നു നമുക്ക്. ഇന്ന് മെക്കാനിക്കലിന് കുറഞ്ഞിട്ട് ഇലക്ട്രിക്കൽ കൂടുകയും IT കൂടുകയും ചെയ്തിട്ടുള്ളത്. സോഫ്റ്റ്വെയർ കൊണ്ടാണ് കാറിനെ കൺട്രോൾ ചെയ്യണമെന്ന് മൊത്തത്തിൽ. അപ്പോൾ ഇത് എല്ലാ ഫീൽഡിലും വരികയാണ്. ഇനി കുക്കിങ്ങിലായിക്കോട്ടെ, ഇപ്പോൾ ഡോക്ടർ ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മളിപ്പോൾ MBBS പോകണം പറഞ്ഞു കുട്ടികൾ. ഇനി ഒരു ഡോക്ടർക്ക് എത്ര മെഡിസിൻ ഒരേ സമയം മനസ്സിലാലോചിച്ചിരിക്കാൻ പറ്റും? കുറച്ച് എത്ര രോഗങ്ങൾ ആലോചിച്ചിരിക്കാൻ പറ്റും? കുറഞ്ഞല്ലേ ആലോചിക്കാൻ പറ്റും. പക്ഷെ ഒരു AI-ക്ക് എല്ലാം ആലോചിക്കാം. നമ്മൾ ഡോക്ടർമാരെ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ഓൾറെഡി തുടങ്ങിയല്ലോ റോബോട്ടിക്സ് സർജറികൾ തുടങ്ങി. ഈ കൺസൾട്ടേഷൻ ഡോക്ടർമാർ AI വരും. ചെറിയ രീതിയിൽ വരാൻ പോവാണ്. ഇന്നലെ ഇപ്പൊ നമ്മളൊരു അസുഖം വരികയാണ്, എല്ലാ കേസ് കണ്ടീഷൻസും നമ്മൾ ChatGPT വെച്ച് ഒരുവിധം പറയും. പക്ഷെ കൺസൾട്ടന്റ് അല്ല എന്ന് പറയുകയും ചെയ്യും, ചോദിക്കണമെന്ന് പറയുകയും ചെയ്യും. എന്നാൽ പോലും കുറെ കാര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇല്ലേ. ഇത് കൂടാൻ പോവാണ്, ഇതിന് എക്സ്പീരിയൻസ് കൂടാൻ പോകും. ഒരു ഡോക്ടർക്ക് അയാളുടെ 1000-10,000 എക്സ്പീരിയൻസ് അയാൾക്ക് മനസ്സിൽ ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ ഇതെല്ലാ ഡോക്ടേഴ്സിന്റെയും മനുഷ്യന്മാരുണ്ടായ പോകുന്നുള്ള രോഗത്തിന്റെയും കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ബോധം ആർക്കുണ്ടാവും? AI വെച്ചിട്ട് ഡോക്ടറെ ക്രിയേറ്റ് ചെയ്യും. അതാണ് നിങ്ങളുടെ ഈ ഒരു നിങ്ങൾ എടുത്തിരിക്കുന്ന ഫീൽഡിന്റെ ഒരു സാധ്യത. അപ്പൊ അവിടെ അതേസമയം ഈ മറ്റു ഫീൽഡിലെ ആൾക്കാരെ ഒന്ന് പേടിയും വേണം, അതേസമയം പേടി വേണ്ട ജാഗ്രത മതി എന്ന് പറഞ്ഞാൽ ജാഗ്രത എന്ന് വെച്ചാൽ AI യൂസ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, AI യൂസ് ചെയ്തിട്ട് കൂടി ബെറ്റർ ആക്കാൻ പറ്റുമോ? അപ്പൊ അത് ഭയങ്കര വാല്യൂ ആയിട്ട് മാറും. അതെങ്ങനെ അവരെ ഫീൽഡിലൂടെ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ള അവരെന്നെ ഫൈൻഡ് ചെയ്യേണ്ടതാണ്. ആ രീതിയിൽ ചെയ്തു തുടങ്ങാം. ഇപ്പൊ ഇനി നിങ്ങൾ മൾട്ടിപ്പിൾ ഭാഷകളിൽ മാറുന്നു എന്നല്ലാതെ വേറെ വലിയ മേജർ ചേഞ്ചസ് പ്ലാൻസ് ഉണ്ടോ നിങ്ങളുടെ? വേറെ ഡിഫറെന്റ് ഫീൽഡ്, ഇപ്പൊ മീഡിയ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ അതിന് പറ്റുന്ന ഒരുപാട് ഫീൽഡുകൾ ചെയ്തു കൊടുക്കണം. ഇപ്പോൾ പറഞ്ഞ പോലെ കൊമേഴ്സ്, ലീഗലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് AI വെച്ചിട്ട് ഇപ്പോൾ ലീഗൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവൻ എല്ലാ കേസിനെ കുറിച്ച് ഹിസ്റ്ററി എന്ന് വെച്ചിട്ട് അവൻ്റെ ഈ കേസിന് എന്ത് പറയണം എന്നുള്ള അവന് ഇൻപുട്ട് കിട്ടി അങ്ങനെ ഉണ്ടാവും. അത് ചെയ്യുന്ന ഒരു ഫൗണ്ടർ എനിക്ക് അറിയാൻ ചെയ്യും. ഇവിടുത്തെ ഹൈക്കോടതിയിൽ എല്ലാ കേസും എടുത്ത് ആ ഡാറ്റനെ വെച്ചിട്ട് അവർ എന്ത് ചെയ്യാൻ പോവാണ്, ഇൻപുട്ട് കൊടുക്കാൻ പോവാണ്. ഇപ്പൊ നമ്മളൊരു വലിയ ലീഗൽ ഫേമാണ്, അവരുടെ കയ്യിലുള്ള ഡേറ്റ ഇതിലേക്ക് നിങ്ങൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കും. നോർമലി ഒരു കേസ് വന്നു കഴിഞ്ഞാൽ സീനിയർ വക്കീൽ എന്ത് ചെയ്യും, ജൂനിയർ വക്കീൽസിന് എന്ത് ചെയ്യും, ഇത് പഠിക്കാൻ കൊടുക്കും. ഈ പഠിക്കാൻ കൊടുക്കുന്ന AI കൊടുത്താൽ വളരെ ഫാസ്റ്റ് ആയിട്ട് എല്ലാ ഡാറ്റയെന്ന് വെച്ചിട്ട് ഇതേപോലെ ഒരു കേസ് ഇന്ന ഹൈക്കോർട്ടിൽ ഉണ്ടായിരുന്നു, ആ ഹൈക്കോർട്ട് ഇന്നതാ വിധിച്ചത്, വിത്ത് ഓപ്ഷൻസ് സാധനങ്ങൾ തരും. എങ്ങനെ വിൻ ചെയ്യാം, എന്ത് സ്ക്രിപ്റ്റ് പറയണം, എവിടുന്ന് പറഞ്ഞു കൊടുക്കണം, എല്ലാ സ്ക്രിപ്റ്റും ആര് വരും? ChatGPTയോ ജെമിനിയോ ക്ലോഡൊക്കെ തരും. കോടതി വരെ ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വളരെ പെട്ടെന്ന് ഗവൺമെന്റ് ഇത് പെട്ടെന്ന് എടുത്താല് വളരെ പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിധിക്കാൻ പറ്റും. അല്ല, ഇമോഷൻ കുറവായില്ലോ. ശരിക്കും ജഡ്ജിമാർ റീപ്ലേസ് ചെയ്ത് AI ആക്കണം എന്റെ ഒരു അഭിപ്രായം.
I think it's a great. No, ഇപ്പം ഇത് I'm just thinking. കേസ് വരാതെ നോക്കിക്കോ. എന്തല്ലോ മിക്കവാറും വന്നു. ഇപ്പം നമുക്ക് അപ്പം നോക്കാം. But very interesting. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വേൾഡ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ടെക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ, AI അറിയുന്ന ആൾക്കാർ, ഡെവലപ്മെന്റ് അറിയുന്ന ആൾക്കാർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മൾ മേക്ക് ചെയ്യുന്ന പ്രൊഫൈൽസ്. ഈ എല്ലാ ഫീൽഡിലും നമുക്ക് ഇനി AI അപ്ലൈ ചെയ്യാനുണ്ട്. ടെക്ക് മാത്രം പോരാ. ടെക്ക് തന്നെ അപ്ലൈ ചെയ്യാത്താണ് പല കോടതികളും പല ഡോക്ടർമാരും ഉള്ളത്. ഇവരെ ടെക്ക് അപ്ലൈ ചെയ്യിപ്പിക്കണം, AI അപ്ലൈ ചെയ്യിപ്പിക്കണം, ഇതെല്ലാം ചെയ്യിപ്പിക്കാനുണ്ട് വേൾഡിൽ. കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിഖിൽ. ഇതെല്ലാവരും ഞങ്ങളെ പിള്ളേരാണ് ചെയ്യാൻ പോകുന്നത്. കോൺഫിഡൻസ് എനിക്ക് കാണാം. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഈ 2300+ പ്ലേസ്മെന്റ്സ് കിട്ടിയ സ്റ്റുഡൻസ് ഉണ്ട്. ഇതില് എനി മെമ്മറബിൾ സ്റ്റോറീസ് ദാറ്റ് യു വാണ്ട് ടു ടെൽ us? എനിത്തിങ് ദാറ്റ് ടച്ച്ഡ് യുവർ ഹാർട്ട് ഓർ എല്ലാം മെമ്മറബിൾ ആണോ? അങ്ങനെ വല്ലതും ഉണ്ടോ? ഒരുപാട് വെച്ചാൽ പല കാറ്റഗറിയിൽ നിന്ന് വന്ന ആൾക്കാർ രക്ഷപ്പെട്ട പല സ്റ്റോറീസ്. ഇപ്പോൾ എന്താ പറയുക, +2 പിള്ളേർ കയറുന്നത് വലിയൊരു അത്ഭുതം തന്നെ. പാരൻസൊക്കെ വന്നിട്ട് ഭയങ്കര സ്നേഹത്തോടെ നമ്മൾ വന്ന് ഈവൻ കണ്ണൊക്കെ നിറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന മൊമെൻറ്റുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ കുറേ മൊമെൻറ്റുകൾ +2 സ്റ്റുഡൻസിൻ്റെ കാറ്റഗറിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ഈ എന്താ പറയുക, നമ്മുടെ ആക്സിഡൻ്റൊക്കെ ആയിട്ട് ഹാൻഡിക്യാപ്ഡായിട്ട് അർജുൻ എന്ന സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അവന് ഒരു കൈ കൊണ്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അവൻ എന്നിട്ട് 12 LPA സാലറിയിൽ കൊൽക്കട്ടയിലുള്ള ഒരു കമ്പനി റിമോട്ടായിട്ട് കയറി. അവൻ്റെ ഒരു കൈ മൊത്തം ഷോക്ക് അടിക്കുന്ന പോലെ പെയിനാണ് അവന് ഫുൾ വീഡിയോ ഞങ്ങൾ ചാനൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒറ്റ കൈ കൊണ്ട് മറ്റുള്ളവർ ടൈപ്പ് ചെയ്യുന്നതിനേക്കാളും സ്പീഡിൽ അവൻ ഇത് സ്ട്രഗിൾ ചെയ്തു. അവൻ ദുബായിൽ പോകാൻ നിൽക്കുന്ന സമയത്ത് അവന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ കിടത്തത്തിൽ ആണ് ഇവൻ ഇത് ചെയ്യണത്. അങ്ങനെ ചെയ്തൊരു അർജുനുണ്ട്. ഒരു മമ്മേനെ ഭയങ്കര. അതേപോലെ മൂന്നാറിലുള്ള നമ്മുടെ സന്ദീപ് ഓമനക്കുട്ടൻ എന്നാണ് പറയുന്നത്. അവൻ്റെ വീട്ടിൽ ഞാൻ പോയതാണ്. 2 റൂമാണുള്ളത്. അവിടെ നമുക്ക് എണീറ്റ് നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്കും സിറ്റുവേഷൻ ഭയങ്കര ബാഡ്. അവർ ഫാമിലിക്ക് ഭയങ്കര സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് പ്രശ്നമായിരുന്നു. അവൻ സെറ്റായി. അവനിവിടെ വന്ന് എൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട് ഒരു സമയത്ത്, കാശൊന്നും ഇല്ലാതെ ഭയങ്കരമായിട്ട്. അവൻ നമ്മൾ തന്നെ ഇല്ലടാ ചെയ്യടാ ശരിയാവുന്ന പറഞ്ഞിട്ട് അവൻ ഇപ്പോൾ ഒരു സ്വന്തമായിട്ട് വീടെടുത്തു. അതിന് വീഡിയോ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ട് അവൻ ഇപ്പോൾ ചെന്നൈയിൽ 14-15 LPA മുകളിൽ സാലറി വർക്ക് ചെയ്യാണ്. പക്ഷെ അവൻ ഒരു വീടൊക്കെ സെറ്റ് ചെയ്തു. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെ പോയി വ്ളോഗ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു ഫ്രിഡ്ജൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി രസമായിട്ട് പോയി. നമ്മുടെ ടീം അങ്ങോട്ട് പോയി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അതേപോലെ കൽപ്പണിക്കാരൻ വന്ന് സെറ്റ് ആയതുണ്ട്. അങ്ങനെ പല സ്റ്റോറീസ്, ചേഞ്ച് ആയ സ്റ്റോറീസ് ഉണ്ട്. അതേസമയം പല സ്റ്റാറ്റസ് പ്രോബ്ലം ആയിട്ട് ഇപ്പോൾ +2 കഴിഞ്ഞിട്ടും ഫാമിലി ഭയങ്കര സ്ട്രഗിളായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാർ, പാരൻസിന് വലിയ ജോലിയൊന്നുമില്ല, സ്കില്ലൊന്നുമില്ല. ഇവർക്കൊക്കെ മക്കൾ സെറ്റായി കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതായത് ഒരു 1 lakhന് മുകളിൽ 1.5 ഒക്കെ സാലറി കിട്ടുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണ ഫാമിലിയെ സംബന്ധിച്ചോളം വലിയൊരു നമ്പറാണ്. അപ്പോൾ അങ്ങനെ ഹാപ്പിനെസ് ഭയങ്കരമായിട്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിഖിൽ ഇപ്പം യു ആർ പാർട്ട് ഓഫ് ദിസ് ജേർണി, അവരുടെ ജേർണിയും അതുപോലെ തന്നെ ബ്രോട്ട് ടു ടൈപ്പ് ഇപ്പം 5 വർഷം അല്ലെ പ്രോപ്പർലി 5-6 years ആയിട്ടുള്ളൂ ശരിക്കും പ്രോപ്പർലി തുടങ്ങിയിട്ട്. ഓൾറെഡി ഗ്രേറ്റ് എവാലുവേഷൻ ഉണ്ട്. തിരിഞ്ഞ് വെൻ യു തിങ്ക് ബാക്ക്, ഓക്കെ, മറ്റേ ചെറിയ +2 ഫെയിലായ 32 സപ്ലൈ ഉള്ള ഓട്ടോ വിറ്റ കാശും കൊണ്ട് അതൊന്നും ഞങ്ങള് പഠിപ്പിച്ചിട്ട് അതൊന്നും വാല്യൂ ഇല്ല. പക്ഷെ ആ കുട്ടിയില്ലേ ഓട്ടോ ഒക്കെ വിറ്റ കാശും കൊണ്ട് പഠിക്കാൻ പോയ ആ കുട്ടി, ആ കുട്ടിയെ കുറിച്ച് ആലോചിക്കുമ്പോ എന്ത് തോന്നുന്നു? ഇവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോ എത്രയോ വർഷം ഇല്ല. അന്നും എന്താ വെച്ചാൽ ഇപ്പൊ ഞാനിപ്പോ എന്തായാലും അന്ന് ചെയ്യുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചോളം കാശ് പോലും ഇല്ലായിരുന്നു. ചെയ്യണതിൽ ഭയങ്കര സംഭവം ചെയ്യണം എന്നൊരു ആഗ്രഹം അന്നുണ്ട്. എന്റെ അച്ഛൻ ചെറുപ്പത്തിൽ അന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ജോലിക്ക് നിന്നെ ആരും കൊണ്ടുപോകരുത്, നമ്മളെ ജോലി തേടി വരണം. അച്ഛനെ ഓണ്ടർപ്രണർ ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും അന്ന് അച്ഛൻ ജോലിയുടെ കാര്യത്തിൽ പറയുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് മുതലേ ഉണ്ട്, എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മളെ കമ്പനീസ് ഇങ്ങനെ വിളിക്കണം, നമ്മളായിട്ട് എന്ത് ചെയ്ത് അപ്ലൈ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യരുത്. ഈ ഒരു സാധനം എനിക്ക് അന്ന് ഞാൻ 6-8 വർഷം വർക്ക് ചെയ്ത സമയത്തും ഞാൻ ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഫെയിൽ ആകുമ്പോണ്ടല്ലോ നമ്മൾ ഈ എന്താണ് മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് എന്നെ മൂവിയിൽ പറയണ്ടല്ലോ, എന്തോ മുരളി എന്താ പറഞ്ഞിട്ടൊരു ഡയലോഗ് ഉണ്ടല്ലോ. ഫെയിലിയർ അല്ലല്ലോ, ഇൻസൾട്ടാണ് മുരളി, നമ്മുടെ എന്താ പറയുക മോട്ടിവേഷൻ എന്നൊക്കെ പറയണ്ടല്ലോ. അപ്പൊ അതാണ്. അപ്പൊ ഈ രീതിയിലുള്ള പല സിറ്റുവേഷൻ ഉണ്ടായി നമുക്ക് സംബന്ധിച്ചോളം പിന്നെ നമുക്ക് കയറിയേ പറ്റുള്ളൂ. എനിക്ക് ശരിക്കും കോളേജ് കഴിഞ്ഞ സമയത്ത്
എനിക്കൊരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, അത് ബ്രേക്ക് ആണ് സിറ്റുവേഷൻ. പ്ലസ് ഇത് ഡിഗ്രി ആ സമയത്ത് തുടക്കം അപ്പൊ നമ്മൾ അത് ഫെയിൽ ആവുന്ന സിറ്റുവേഷനിൽ നമ്മളിപ്പോ നമുക്ക് അത് നമുക്ക് ഇപ്പൊ നമ്മൾ സിമ്പിൾ ആണ്. ഇന്ന് എനിക്കത് കോമഡി മാത്രമാണ്, പക്ഷെ അത് ഓരോ മൊമെന്റിൽ അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അത് വളരെ സീരിയസ് ഇഷ്യൂ ആണ് ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് പക്ഷെ അത് ഭയങ്കര ഇഷ്യൂ ആവുകയും എന്നെ സംബന്ധിച്ചോളം എനിക്ക് സക്സസ് ആയേ പറ്റുള്ളൂ എന്നുള്ളൊരു മൊമെന്റ് ആയിരുന്നു, വാശിയായിരുന്നു. ആ വാശിയിലാണ് ഞാൻ ഡേ നൈറ്റ് ഇരുന്ന് ഈ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കോഡിങ് പഠിക്കുന്നത്. അപ്പോൾ അന്ന് ഉണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചോളം ഏത് തോറ്റ് കിടക്കുന്നവനും ഇതുവരെ കരിയറിൽ എന്ത് ഫെയിലിയർ ഉണ്ടായാലും രക്ഷപ്പെടാൻ ഒരുത്തൻ തീരുമാനിച്ചോ, ഒരു 5-6 മാസം മര്യാദയ്ക്ക് പണിയെടുക്കാൻ തീരുമാനിച്ചോ രക്ഷപ്പെടാം, ആർക്കും ഒന്ന് രക്ഷപ്പെടാം. അവൻ തീരുമാനിക്കണം, ഇത് അവൻ്റെ തീരുമാനമാണ്. ഇത് തീരുമാനിക്കാത്തവനെ നമുക്ക് എത്ര മോട്ടിവേഷൻ കൊടുത്തിട്ടും കാര്യമില്ല, അവൻ തീരുമാനിക്കണം. ഒരുത്തൻ തീരുമാനിച്ചിറങ്ങിയ ഇന്ന് കുറച്ചുകൂടെ ഈസിയാണ്. AI ഉള്ളതും കൂടെ വളരെ പെട്ടെന്ന് പഠിക്കുക, എന്തും നമുക്ക് ഏത് സബ്ജക്റ്റും നമുക്കിന്ന് പഠിക്കാനുള്ള അവസരം നമ്മുടെ കയ്യിലുണ്ട്. ഇത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടത്. നമ്മളെ സംബന്ധിച്ചോളം എൻ്റെ ഒരു ധൈര്യം ഇതാണ്. ഞാനിപ്പോൾ ഇന്നിപ്പോൾ പ്രോട്ടോടൈപ്പ് നിൽക്കേണ്ടി വന്നാലും ഞാൻ അടുത്തൊരു ലെവലിൽ ഒരു പുതിയ സ്കില്ല് പഠിക്കുക, പുതിയ സാധനങ്ങൾ ചെയ്യുക, ഒരു ജോലി കിട്ടുക എന്നുള്ള, എനിക്കൊരു 2-3 ലക്ഷത്തിന് സാലറിക്ക് ജോലി കിട്ടുക എന്നുള്ള ഈസിയായി മാറി. ആ ഒരു മെൻറ്റാലിറ്റി വന്നു കഴിഞ്ഞു. ധൈര്യം എന്നുള്ള സംഭവമുണ്ട്, അത് ഫെയിൽ ചെയ്ത് നമ്മൾ രക്ഷപ്പെടുമ്പോൾ കിട്ടണം. അപ്പോൾ എല്ലാവരുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്താൽ, ഒരു ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു മൊമെൻറ്റ് കുറച്ച് സമയത്തേലും ക്രിയേറ്റ് ചെയ്യുക. എല്ലാ തവണയും നമുക്ക് മോട്ടിവേറ്റഡ് ആയിരിക്കാൻ എല്ലാവർക്കും പറ്റില്ല. കുറച്ച് കാലത്തേക്ക് മോട്ടിവേറ്റ് ആയിട്ട് സാധനം ചെയ്തുണ്ടാക്കിയാൽ, അതിനിപ്പോൾ ഇൻസൾട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്കൊന്നും ഇല്ലാഞ്ഞിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഉയർത്തണമായിക്കോട്ടെ, വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാവുക. അവിടെ ആ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഗൈഡൻസും മെൻറ്ററും സപ്പോർട്ടോട് വർക്കൗട്ട് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ ബ്രോഡൈപ്പിലോട്ട് വരാം. ഞാൻ ചോദിക്കാൻ പോവായിരുന്നു അങ്ങോട്ട് വരാനുള്ള സ്റ്റുഡൻസിനോട് എന്താ പറയാനുള്ളത്. അത് സ്റ്റാറ്റസ് മൊത്തം മാറും, ഫാമിലി സ്റ്റാറ്റസ് മൊത്തം മാറും, നാട്ടിലുള്ള ആൾക്കാരുടെ വില മാറും. IT കമ്പനികൾ, ഇൻഫോ പാർക്കിൽ, ടെക്നോ പാർക്കിലൊക്കെ പോലെ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ റേഞ്ച് മൊത്തത്തിൽ മാറും. നമുക്ക് ആ നാട്ടിൽ മൊത്തത്തിലുള്ള റെസ്പെക്റ്റ് മാറിക്കിട്ടും. അപ്പോൾ അത് എന്ത് പ്രശ്നങ്ങളുണ്ടോ വരാൻ ഇവിടെ വർക്ക് ചെയ്യണം. ഇതെൻ്റെ കയ്യിലല്ല, അവന് വേണ്ടി എനിക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എഫേർട്ട് എടുക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടാണ്. അപ്പോൾ നമ്മളെ എക്സ്പീരിയൻസിൽ നിന്നാണ് മനസ്സിലാക്കിയത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് സംസാരിക്കാൻ പേടിയായി, സംസാരിച്ച് പഠിച്ചതാണ്. മിററിന്റെ മുന്നിലൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് ഇന്ന് എന്റെ ഹാൻഡ് ഇങ്ങനെ വരുന്നു. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇങ്ങനെ പോകുന്നതെന്ന് ചിന്തിച്ചാൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിച്ചതാണ്, ഇതൊന്നും ഉണ്ടായി ഒന്നല്ല. ഞാനൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ആളായിരുന്നു, പേടിച്ചിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റാണ്. പിന്നെ ഓരോ എൻവയറമെന്റ്, ഇപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ഫിയർ ഉണ്ട്, പുതിയൊരാളെ കാണുമ്പോൾ ഫിയർ ഉണ്ടാവും. അതിപ്പോ പലരും വിചാരിക്കും ആർക്കും ഫിയർ ഇല്ല, എല്ലാവർക്കും ഫിയർ ഉണ്ട്. ഞാൻ കയറുന്ന എല്ലാ സ്റ്റേജിന് മുമ്പിലും, സ്റ്റേജ് ഷോന് മുമ്പിലും ഐ എം ഓൾവേസ് സ്കേർഡ്. അത് പക്ഷേ ടു ഡു ഗുഡ്, നന്നായി പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള ഫിയർ. നമ്മൾ ആ ഫിയർ ഓരോ തവണ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേറെ ലെവലിൽ അൺലോക്ക് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ. യു കൻ നെവർ സ്റ്റോപ്പ് ലേണിംഗ്. അതെ, അതാണ് കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ ഒരു സ്കില്ല് വേണം, സംസാരിക്കാൻ അറിയണം, ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആണ്. ഇത് 3 ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്ഥലമാണ് പ്രോട്ടോടൈപ്പ്. ഇംഗ്ലീഷിനും ട്രെയിനിങ് നടക്കുന്നുണ്ട്, പ്രസൻറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരുപാട് പ്രാക്ടീസ് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ടെക്ക് നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. ടെക്ക് തന്നെ പല ഫീൽഡുകളുണ്ട്, അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു ഫീൽഡ് എടുത്ത് കൊടുക്കും, പഠിച്ച് സെറ്റാക്കുക. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. പിന്നെ കുറേ ആൾക്കാർ സ്റ്റാർട്ടപ്പ് ചെയ്യാം. അതായത് ജോലി മാത്രമല്ല, പലരും ചിന്തിക്കും ജോലി മാത്രമല്ല, ഇത് കഴിയുമ്പോഴാണ് നല്ല പ്രൊഡക്റ്റുകൾ നമുക്ക് മേക്ക് ചെയ്യുക. ഇനി നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ പല നല്ല പ്രൊഡക്റ്റുകൾ ഇന്ത്യയിൽ നിന്ന് വരണ്ടേ, നമ്മുടെ നാട്ടിൽ നിന്ന് വരണ്ടേ. അപ്പോൾ നല്ല പ്രൊഡക്റ്റുകൾ വരണമെങ്കിൽ ഒന്ന് ടെക്ക് അറിയണം, 2 ബിസിനസ് അറിയണം. അതിൽ ടെക്ക് അറിഞ്ഞവരെ നമ്മൾ ബിസിനസ് പരമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. നമ്മളെ സ്റ്റുഡൻസിന് തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ഫണ്ട് റേസ് ചെയ്ത് കൊടുക്കാനും അവർക്ക് പ്രൊഡക്റ്റുകൾ ബിൽഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. And then ഒരു ഫീ സ്ട്രക്ചർ, ഇസ് ഇറ്റ് അഫോർഡബിൾ ഫീ സ്ട്രക്ചർ? അത് വളരെ വെറൈറ്റി ആണ്. അത് എല്ലാവർക്കും ചോദ്യം ഉണ്ടാവുമോ, ഇത്രയൊക്കെ അവൻ പറയുന്നുണ്ട്, അവൻ എത്ര കാശ് അതിന് വേണ്ടി വാങ്ങിക്കുന്ന 2 കോടി വണ്ടി എവിടുന്നാണ് വരുന്നത്? അത് ലോണിലാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണേ. ഞാൻ മനസ്സിലാക്കി, എനിക്കറിയാം, വണ്ടി വാങ്ങിച്ച് ശീലമുള്ള ആളാ. ലോണിലാണെന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ പാടും. പണ്ട് ടോവിനോടൊരു വീഡിയോ ഉണ്ടപ്പോഴേക്കും മനസ്സിലായി ലോണിലാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും. ആൾക്കാർ വിചാരിക്കും നമ്മൾ അതിൽ ഇരിക്കുകയാണോ. അപ്പോൾ നമ്മൾ ഫീ സ്ട്രക്ചർ വെച്ച് പറയുകയാണെങ്കിൽ ഒന്ന് ആർക്കും വന്ന് ട്രൈ ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അതായത് ജോലി കിട്ടിയിട്ട് ഫീ പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വന്ന് ആർക്കും ട്രൈ ചെയ്യാം, ഒരു റിസ്ക്കും ഇല്ല. ഒരു 15,000 പേ ചെയ്യാം, അവർ വരുന്നു, ഒരു 10 ദിവസം വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്നു, അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നു, സംസാരിക്കുന്നു, ടെക്ക് കുറച്ച് പഠിക്കുന്നു. ഇത് കഴിഞ്ഞ് 10-ാം ദിവസം ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും.
ഇതിൻ്റെ ഒരു പാസ്സായി കഴിയും. പാസ്സിൽ തന്നെ 2 തരം കാറ്റഗറി ഉണ്ട്. ഒന്ന് 10 ഒരു 100 70% മാർക്ക് ഉണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ജോലി കിട്ടിയിട്ട് പേ ചെയ്യാനുള്ള ഓപ്ഷനിലോട്ട് അവർ മാറും. ഓക്കെ. അല്ലാത്തൊരു ഓപ്ഷൻ ആൾക്കാർക്ക്, ഒരു ബേസിക് പാസ്സെങ്കിലും ആവുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്രണ്ട് പേയ്മെന്റ് അടിച്ചിട്ടും കയറാൻ പറ്റും. 2 ഓപ്ഷനുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന മറ്റവർ കുറച്ചുകൂടെ പഠിച്ചാലേ കേപ്പബിൾ ആവുള്ളൂ. അതിന് മുകളിൽ നമ്മൾ റിസ്ക് എടുക്കാൻ പറ്റും. വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മൾ ലോൺ കൊടുക്കുന്ന പോലെയാണ്. കുട്ടിയുടെ ചിലവത്ത് നമ്മൾ വഹിക്കാൻ പോവാണ്. വഹിക്കുമ്പോൾ കുറച്ച് പഠിക്കുന്ന ഒരാളെ ചിലവ് നമുക്ക് വഹിക്കാം അല്ലേ. അപ്പൊ അവര് ചുമ്മാ ട്രൈ ചെയ്യാൻ വരുന്ന ആൾക്കാർക്കാണ് നമുക്ക് വഹിക്കാൻ പറ്റില്ല. അപ്പോൾ 10 ദിവസം ട്രൈ ചെയ്തു, പഠിക്കാൻ റെഡിയാണ്, ആ എക്സാം പാസ്സായിട്ട് അതിന്റെ സ്കോർ അനുസരിച്ച് 2 ഓപ്ഷനും കൊടുക്കും. ഒന്നെങ്കിൽ അവർക്ക് അപ്രണ്ട് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ജോലി ഇട്ടിട്ട് ട്രൈ ചെയ്യാം. ഈ 2 ഓപ്ഷനാണ് കൊടുക്കുന്നത്. പിന്നെ ഇത് ഫെയിൽ ആയി വെച്ചോ, ഈ 10 ദിവസം വർക്ക്ഷോപ്പ് വന്നിട്ട് ഫെയിൽ ആയി, അതിനൊരു ഓപ്ഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക്. ഫെയിൽ ആയ 15,000 രൂപ 1 രൂപ കട്ട് ചെയ്യാൻ തിരിച്ചു കൊടുക്കും. അതൊരു ഫെസിലിറ്റേഷൻ ഫീസ് 3,000 അവർ മേടിച്ചിട്ടുണ്ട്. അത് ഈ 10 ദിവസം വർക്ക്ഷോപ്പ് ആക്ടിവിറ്റീസിന്റെ കാര്യമായിട്ട് ബാക്കി 15,000 രൂപ തിരിച്ചു കൊടുക്കും. ട്രൈ ചെയ്യാം, ആർക്കും ട്രൈ ചെയ്യാം, ആർക്കും വന്ന് ട്രൈ ഔട്ട് ചെയ്യാം. അങ്ങനെ കണ്ടീഷൻസ് ഒന്നുമില്ല. 12 പാസ് ആണ്. ഈവൻ പല ഫീൽഡിൽ നിന്ന് ഇപ്പോൾ നഴ്സിംഗ് പഠിക്കാൻ ഉദ്ദേശിച്ചുള്ള ആൾക്കാർ വന്ന് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്, BBA പഠിക്കാൻ പോയിട്ട് വന്ന് സെറ്റ് ആയിട്ടുണ്ട്, +2 മാത്രമുള്ള ആൾക്കാർ സെറ്റ് ആയിട്ടുണ്ട്, +2 കഴിഞ്ഞ് കരിയർ ബ്രേക്ക് വന്ന ആൾക്കാർ വന്ന് സെറ്റ് ആയിട്ടുണ്ട്. 40-ആം വയസ്സിൽ ഇവിടെ വന്ന് ഞാൻ ആലോചിക്കുന്നു, 44 വയസ്സ് മറ്റൊരു കരിയർ ആലോചിക്കുന്ന ഒരാൾ വന്നാൽ എങ്ങനെ ഉണ്ടാവും? 43 വരെ ഞങ്ങൾ പ്ലേസ്ഡ് ആക്കിയിട്ടുണ്ട്. 44 ചാൻസ് പ്ലേസ്ഡ് ആണ്. 43 വരെ ഞങ്ങൾ പ്ലേസ്ഡ് ആക്കിയിട്ടുണ്ട്. എത്ര LPA കേക്കട്ടെ? 7 LPA. കുഴപ്പമില്ല, ഓൾട്ടർനേറ്റ് ചേഞ്ച് അല്ലേ, വെരി ഗുഡ്. ഹൗസ് വൈഫ് ആയിട്ടുള്ള ആൾക്കാർ, ലൈഫിൽ ബ്രേക്ക് വന്ന ആൾക്കാർ, പലർക്കും കരിയർ പേടിയിൽ ജീവിക്കുന്ന ആൾക്കാർ. ഏറ്റവും ഓൾഡ് സ്റ്റുഡന്റ് 43 ആയിരുന്നു. 43 വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ, അതായത് +2 ഉണ്ടോ ആർക്കും വന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ ചിലവുള്ളൂ ട്രൈ ഔട്ട് ചെയ്യാനുള്ള. ഇൻക്രെഡിബിൾ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഐ തിങ്ക് വി സ്പോക്കൺ സോ മച്ച്. എൻ്റെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ സംസാരിച്ചത്, ബിക്കോസ് എനിക്കിതിനെക്കുറിച്ച് അറിയാൻ കുറേ താല്പര്യമായിരുന്നു. നിഖിൽ, ഇനി ഇപ്പം കഴിഞ്ഞ 7 വർഷത്തിലെ ഒരു യാത്രയാണ് നമ്മൾ സംസാരിച്ചത് അല്ലേ, ഈ പ്രോട്ടോടൈപ്പിനെ കുറിച്ച്. ഒരു 10 years into the future, ഇപ്പോൾ 2026, ഒരു 2035, 2040 ഇടയിൽ വേർ വിൽ പ്രോട്ടോടൈപ്പ് ബി? നെക്സ്റ്റ് 5 yearsൽ നമ്മളൊരു ഓൾ ഇന്ത്യ ഒരു എന്താ പറയുക എക്സ്പാൻഷൻ നടത്തണം. ഇന്ത്യയിൽ ഒരുപാട് പേരുടെ കരിയർ സെറ്റ് ചെയ്യണം. കേരളം മാത്രം പോരെ, ഇന്ത്യ മൊത്തത്തിൽ സെറ്റാക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ മേ ബി ചിലപ്പോൾ ഞങ്ങളൊരു യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നേക്കാം. ഇപ്പം അഫിലിയേഷൻസ് ഉണ്ടോ? ഇല്ല, ഇപ്പം നമ്മൾ യൂണിവേഴ്സിറ്റി അഫിലിയേഷൻസ് ഒന്നും, സ്കിൽ അക്കാദമിക്ക് അതിൻ്റെ ആവശ്യമില്ല. സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അവരെ സ്കില്ല് ടെസ്റ്റ് ചെയ്യുന്ന ജോലി കിട്ടുന്നു എന്നുള്ളതാണ്. നമ്മളെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് നാസ്കോമിന്റെ അപ്രൂവൽ ഉണ്ട്, ഗവൺമെന്റ് തരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ GST കാര്യങ്ങളൊക്കെ മാറ്റം വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ ബേസിൽ ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്, നാസ്കോമിന്റെ, ഇന്ത്യൻ ഗവൺമെന്റ് സ്കിൽ ബേസ്ഡ് ലേണിംഗിന്റെ അണ്ടറിൽ വരുന്നത്. പിന്നെ കോളേജ് യൂണിവേഴ്സിറ്റി ഒരു ആഗ്രഹമാണ്. ഓൺ ഒരു യൂണിവേഴ്സിറ്റി, ഞാൻ ഒരു ഡിഗ്രി തോറ്റവൻ ഒരു ഓൺ യൂണിവേഴ്സിറ്റി തുടങ്ങി എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിക്കേ. വിരോധാഭാസം. അതൊരു സ്റ്റോറി ആവില്ലേ? അതൊരു മോഡേൺ സ്റ്റോറി വേണം. അതൊരു മോഡേൺ യൂണിവേഴ്സിറ്റി ആണ്. അപ്പൊ അത് ഒരു ആഗ്രഹമുണ്ട് മനസ്സിൽ. അപ്പൊ അത് ചെയ്യണം എന്നുള്ള ഇങ്ങനെ അതിനുള്ള വഴികൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. മേ ബി ചിലപ്പോൾ യൂണിവേഴ്സിറ്റി വരാം, ചിലപ്പോൾ വിദേശത്തായിരിക്കും ഞങ്ങൾ ചെയ്യണത്, ചിലപ്പോൾ വേൾഡ് വൈഡ് ഒരു വലിയൊരു യൂണിവേഴ്സിറ്റി മേക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമായിരിക്കും. പക്ഷേ യൂണിവേഴ്സിറ്റി മീൻസ് ഈ പറഞ്ഞ പോലെ 3 months സിലബസ് അപ്ഡേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആയിരിക്കണം, ഫാസ്റ്റർ ആയിരിക്കണം. അപ്പോൾ ആ രീതിയിൽ ഇനി ചിലപ്പോൾ യൂണിവേഴ്സിറ്റി തന്നെ വേണോ എന്നുള്ള വേൾഡിൽ ചോദിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കൺഫ്യൂഷനിൽ നിൽക്കുന്നത്. ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ. മേ ബി മൾട്ടിപ്പിൾ കൺട്രീസ് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആലോചന. തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ യാത്ര ഇൻ ട്രാൻസ്ഫോമിംഗ് ലൈഫ്സ് ഓഫ് ദി യങ്സ്റ്റേഴ്സ് ഹിയർ. നിഖിൽ, ഞാൻ തുടങ്ങിയ വാക്കിൽ തന്നെ ഞാൻ അവസാനിപ്പിക്കാം. ഐ എം സോ പ്രൗഡ് ഓഫ് യു. I'm so proud of you and your founders and അതിലൂടെ വളർന്നു വരുന്ന യങ്സ്റ്റേഴ്സ്. ഇപ്പോൾ യങ്സ്റ്റേഴ്സിന് ഏറ്റവും അധികം നേരത്തെ പറഞ്ഞ പോലെ കൺഫ്യൂഷൻസ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ്. കൺഫ്യൂഷൻസ് മാത്രമല്ല, ഡിസ്ട്രാക്ഷൻസ്. അപ്പോൾ അതിൽ നിന്നും ഈ ചെറിയ പ്രായമുള്ള ആൾക്കാരെ അവരുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരു മേഖലയായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എസ്പെഷ്യലി വിച്ച് മേക്സ് ദം, ഇന്നത്തെ കാലത്ത് അവരുടെ റിട്ടൻഷനൊക്കെ കുറവാണ്, അതനുസരിച്ച് നിങ്ങളത് കേറ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പം അതുകൊണ്ട് കാലത്തിന് അനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു കമ്പനിയാണ്. സോ ഐ ഹോപ്പ് that you transform many lives, provide a lot of skill, and ഒരു ദിവസം ആ യൂണിവേഴ്സിറ്റിയിൽ വരാൻ സാധിക്കട്ടെ.
Thank you ആയിക്കോട്ടെ. so much, man. It was such a Okay. pleasure. Yes, wishing you the very best. ഞങ്ങളുടെ Thank you. ഒരുമിച്ചാണ് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണത്. അതെ ഒന്ന് നമ്മുടെ ഹബ്ബ് വിസിറ്റ് ചെയ്യണം. എനിക്ക് രക്ഷപ്പെടാനും പറ്റില്ലല്ലോ. ഞങ്ങൾ ഒരേ സ്ഥലത്ത് താമസിക്കുന്നതുകൊണ്ട് ഞാൻ പിടിച്ചോണ്ട് പോകും സർ. എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പിടിച്ചോണ്ട് പോകും സർ. അപ്പൊ അവിടെ ഞാൻ ഇവിടെ ഉണ്ട് അടുത്ത ആഴ്ച വരെ. സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്യാം. Sure. ഈ പറഞ്ഞൊക്കെ എവിടെയാ ശരിയാണോ ക്ലാസ് നടത്തുന്നത്? ടൈമിംഗ് എന്താ? നമ്മുടെ റോഡില്ലേ, ആ. അവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ തന്നെ നമ്മുടെ ഹബ്ബ്. ആൻഡ് ടൈമിംഗ് സ്കൂൾ ടൈമിംഗ് 9 to 5:30. ഓക്കെ. മോർണിംഗ് ടു ഈവനിങ് സ്റ്റുഡന്റ് അവിടെ വന്ന് വർക്ക് ചെയ്യാണ്. എത്ര സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പം? ഇപ്പൊ അവിടെ ഒരു 1000-600 സ്റ്റുഡൻസ് ഉണ്ട്. ആൻഡ് സ്റ്റാഫ്? സ്റ്റാഫ് ഒരു 100 കൊച്ചിയിലുണ്ട്. ടോട്ടൽ 150 സ്റ്റാഫ്. Wow, very nice. So anyway, I was wishing you even more growth in the future years to come. Okay, thank you, brother. Okay, thank you. Bye. Bye. Bye.